നമസ്കാരം, ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. വിഴിഞ്ഞത്ത് തീരമണഞ്ഞത് ഒരു നാടിൻ്റെ ആകെ വികസന സ്വപ്നമാണ്. ഒരു സർക്കാരിൻ്റെ ഇച്ഛാശക്തിയുടെ കപ്പലോട്ടമാണ്. പുതിയ സാധ്യതകളിലേക്കുള്ള നങ്കൂരമിടലാണ്. ജനങ്ങൾക്ക് ഒരു സർക്കാർ നൽകുന്ന പ്രതീക്ഷകളുടെ വിളക്കുമാടമാണ്. സാൻ ഫെർണാണ്ടോയെപ്പോലെ ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ സർക്കാർ താണ്ടിയ കടൽ ദൂരങ്ങൾ കേരള ചരിത്രത്തിൽ രേഖപ്പെടുത്തുക തന്നെ ചെയ്യും. കേരള വികസനം വിഴിഞ്ഞത്തിനപ്പുറവും ഇപ്പുറവും എന്ന നിലയിൽ വിലയിരുത്തപ്പെടുക തന്നെ ചെയ്യും. വിഴിഞ്ഞം തുറന്നിടുന്ന സാധ്യതകളെന്ത്? വികസനത്തെ തടസ്സപ്പെടുത്തുന്ന സങ്കുചിത രാഷ്ട്രീയ ബോധ്യങ്ങൾ മാറ്റിയെഴുതേണ്ട കാലം അതിക്രമിച്ചില്ലേ? ഈ വിഷയങ്ങളാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നത്. ഇന്ന് ഈ ചർച്ചയിൽ അതിഥികളായി എത്തുന്നത് തുറമുഖ മന്ത്രി വി.എൻ. വാസവൻ, മുൻ തുറമുഖ വകുപ്പ് മന്ത്രിയും CPIM നേതാവുമായ M. വിജയകുമാർ, മാധ്യമപ്രവർത്തകൻ ഏലിയാസ് ജോൺ, കോൺഗ്രസ് നേതാവ് വസന്ത് സിറിയക് എന്നിവരാണ്. സ്വാഗതം. ഈ ചർച്ചയിൽ ആദ്യം നമ്മളോടൊപ്പം ചേരുന്ന അതിഥി സംസ്ഥാനത്തെ തുറമുഖ വകുപ്പ് മന്ത്രി വി.എൻ. വാസവനാണ്. മന്ത്രിസഭാ യോഗത്തിന് ശേഷം വളരെ തിരക്ക് പിടിച്ച പരിപാടിക്കിടയിലാണ് അദ്ദേഹം വളരെ കുറച്ച് സമയം ഈ ന്യൂസ് ആൻഡ് വ്യൂസിനൊപ്പം പങ്കുചേരാമെന്ന് അറിയിച്ചിരിക്കുകയും ചെയ്യുന്നത്. ആദ്യമേ തന്നെ മന്ത്രിയിലേക്കാണ്. മിനിസ്റ്റർ, ആദ്യമേ തന്നെ വിഴിഞ്ഞത്തെ വിജയഗാഥയ്ക്ക് മന്ത്രിക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കട്ടെ. വിഴിഞ്ഞം സർക്കാരും ജനങ്ങളും ഒരുമിച്ച് നിന്ന് യാഥാർത്ഥ്യമാക്കിയ സ്വപ്നമാണ്. ഈ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ മന്ത്രിക്ക് ജനങ്ങളോട് പറയാനുള്ളത് എന്താണെന്നുള്ള ചോദ്യം ആണ് കൈരളിക്കും ചോദിക്കാനും. ലോകമാകെ ഉറ്റുനോക്കിയിരുന്ന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം യാഥാർത്ഥ്യമാകുന്നു. ഏറെ അഭിമാനത്തോടെ, ആഹ്ലാദത്തോടെ, ആവേശത്തോടെ ഇന്ന് സാൻ ഫെർണാണ്ടോ എന്ന മദർഷിപ്പ് വിഴിഞ്ഞം തീരത്ത് ഞങ്ങൾ പച്ചക്കൊടി വീശി വരവേൽക്കുകയുണ്ടായി. ഇപ്പോൾ അതിൽ നിന്ന് 1900-ഓളം കണ്ടെയ്നറുകൾ വിഴിഞ്ഞം തീരത്ത് ഇറക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. വിഴിഞ്ഞം പ്രധാനമായും ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ടാണ്. അപ്പോൾ പല ആളുകളും ധരിച്ചിരിക്കുന്നത് റെയിൽവേ കണക്ടിവിറ്റിയും NS കണക്ടിവിറ്റിയും വരാതെ പോർട്ട് തുടങ്ങിയാൽ എങ്ങനെയാവും. അപ്പോൾ എല്ലാവരും ധരിച്ചത് പോർട്ടിൽ ഇവിടെ ഇത്തരത്തിലുള്ള കണ്ടെയ്നറുകൾ വന്ന് അത് കരയ്ക്കൂടെ സഞ്ചരിക്കുന്ന രൂപമാണ് പലരും മനസ്സിലാക്കിയിരുന്നത്. ആ ധാരണ തികച്ചും തെറ്റാണ് എന്ന് ഞാൻ ആദ്യമായി സൂചിപ്പിക്കട്ടെ. ഇവിടെ മദർഷിപ്പിൽ ഈ വിഴിഞ്ഞത്തെത്തിച്ചേരുന്ന വലിയ രൂപത്തിലുള്ള ചരക്ക് കപ്പൽ ഇവിടെ വന്നാൽ അത് കൃത്യമായി 31 ക്രെയിൻ ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് സ്ഥാപിച്ചിട്ടുണ്ട്. ആ ക്രെയിനുകളാണ് ഈ കണ്ടെയ്നറുകൾ പൊക്കിയെടുത്ത് വിഴിഞ്ഞത്ത് യഥാർത്ഥത്തിൽ ഇറക്കി വയ്ക്കുന്നത്. ഇവിടുന്ന് രാജ്യത്തിലെ വിവിധ തുറമുഖങ്ങളിലേക്കും സംസ്ഥാനത്തെ വിവിധ തുറമുഖങ്ങളിലേക്കും രാജ്യാന്തര തുറമുഖങ്ങളിലേക്കും ചെറിയ ഷിപ്പുകൾ വഴി ഈ കണ്ടെയ്നറുകൾ എത്തിച്ചു കൊടുക്കുന്നതാണ് ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖത്തിൻ്റെ പ്രത്യേക ദൗത്യം. അത് കൃത്യമായി നിർവഹിച്ചു തുടങ്ങുന്ന ട്രയലാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. ഇത് കൂടാതെ ഇനി ഭാവിയിൽ കരമാർഗം നമുക്ക് കൊണ്ടുപോകേണ്ടത് അവരുടെ കണക്കനുസരിച്ച് 16% മാത്രമാണ്. അതിനിപ്പോൾ ഹൈവേയുമായി ബന്ധപ്പെട്ട് 1.7 കിലോമീറ്റർ അപ്രോച്ച് റോഡ് വന്നു കഴിഞ്ഞിരിക്കുന്നു. മറ്റൊന്ന്, ഈ ഘട്ടത്തിൽ തന്നെ റെയിൽവേ കണക്ടിവിറ്റിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. 1.7 കിലോമീറ്റേഴ്സ് വരുന്ന റെയിൽവേ കണക്ടിവിറ്റി, അതിൽ 9.2 കിലോമീറ്റേഴ്സ് യഥാർത്ഥത്തിൽ ഭൂഗർഭപാതയാണ്. ഇത് രണ്ടിൻ്റെയും പരിസ്ഥിതി ആഘാത പഠനവും സാമൂഹിക ആഘാത പഠനവും കഴിഞ്ഞു. ഇത് സംബന്ധിച്ച് സ്ഥലമെടുപ്പ് ആരംഭിച്ചു. ഈ റെയിൽവേയുടെ DPR തയ്യാറാക്കി കൊങ്കൺ റെയിൽവേ കേന്ദ്ര റെയിൽവേക്ക് കൊടുത്ത് അംഗീകാരം വാങ്ങിക്കഴിഞ്ഞു. അതുപോലെ തന്നെ ഇപ്പുറത്ത് നമ്മുടെ NH കണക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട ഔട്ടർ റിംഗ് റോഡിൻ്റെ മീറ്റിങ്ങുകളും ചീഫ് സെക്രട്ടറി അധ്യക്ഷനായുള്ള യോഗം ചർച്ച ചെയ്ത് ഇൻ പ്രിൻസിപ്പൽ ഹൈവേ അംഗീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഭൂമി ഏറ്റെടുക്കലും മറ്റു നടപടികളും തുടക്കം കുറിച്ചു കഴിഞ്ഞു.
അപ്പോൾ ഇതെല്ലാം നടന്നു വരുമ്പോഴേക്ക് നമുക്കിപ്പോൾ നിലവിൽ ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖത്തു കൂടി കപ്പൽ വഴി നടക്കേണ്ട ചരക്ക് ഗതാഗത മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചു ഇന്ന് ട്രയൽ റണ്ണിലൂടെ. ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന മദർഷിപ്പ് ഏതാണ്ട് 9,000-ഓളം കണ്ടെയ്നർ വരെ കൊണ്ടുവരാൻ ശേഷിയുള്ള വലിയ മിനിസ്റ്റർ, ഇന്നിപ്പോൾ നമ്മൾ ഈ ചർച്ചകൾ നടക്കുന്ന സമയത്തും വലിയ തരത്തിലുള്ള ചർച്ച പുറത്ത് നടക്കുന്നുണ്ട്, മാധ്യമങ്ങളിലടക്കം നടക്കുകയും ചെയ്യുന്നു. ഈ പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ പദ്ധതിയുടെ പിതൃത്വം തങ്ങൾക്കാണെന്ന വാദമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. പൊതുസമൂഹത്തിനും സർക്കാരിനും അറിയുന്നത് പോലെ പ്രതിപക്ഷത്തിനും വിഴിഞ്ഞം തുറന്നിടുന്ന വികസന സാധ്യതകളെക്കുറിച്ച് നല്ലതുപോലെ അറിയുകയും ചെയ്യാം. ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ താങ്കളുടെ സർക്കാർ നടത്തിയ ശ്രമങ്ങൾ പൊതുസമൂഹത്തിനും നന്നായി അറിയാം. കുഞ്ഞിൻ്റെ അച്ഛനാരെന്നുള്ള ചോദ്യം ഉയർത്തുന്നതിൻ്റെ ഈ ലക്ഷ്യം എന്താണ്? പല രൂപത്തിലുള്ള അവകാശവാദങ്ങൾ പുതിയതായി ഈ തുറമുഖമായി ബന്ധപ്പെട്ട് വന്നിട്ട് കേൾക്കുമ്പോൾ പലതും ശരിയാണ്. ഈ തുറമുഖത്തിൻ്റെ യഥാർത്ഥ ഫാക്റ്റ് ആൻഡ് ഫിഗർ എടുക്കുമ്പോൾ 1996 നയനാർ ഗവൺമെൻറ്റാണ് വിഴിഞ്ഞം പോർട്ടിൻ്റെ ആശയത്തെ സംബന്ധിച്ച് പഠിക്കാൻ ആദ്യം ഒരു കമ്മിറ്റിയെ നിയോഗിക്കുന്നത്. ആ കമ്മിറ്റിയുടെ പഠന റിപ്പോർട്ടും മറ്റും കാര്യങ്ങളും വരുന്നതിന് മുമ്പ് തന്നെ ആ ഗവൺമെൻറ് പോയി. പിന്നീട് ബഹുമാനായ AK ആൻ്റണി മുഖ്യമന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിൽ ഇത് ടെൻഡർ ചെയ്തൊരു ചൈനീസ് കമ്പനി കോട്ട് ചെയ്തു. ആ ചൈനീസ് കമ്പനിക്ക് കൊടുക്കാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് ആ പ്രവർത്തനവും നിശ്ചലമായി. പിന്നീട് 2006 അധികാരത്തിൽ വന്ന VSൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റും അതിലെ തുറമുഖ വകുപ്പ് മന്ത്രി തന്നെ ശ്രീ വിജയകുമാറും മുൻകൈ എടുത്ത് വീണ്ടും കേന്ദ്രവുമായി ചർച്ച ചെയ്ത് ഇത് പഠിക്കാനും ഈ തുറമുഖം നടപ്പാക്കാൻ വേണ്ടിയുള്ള പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ പ്രത്യേകമായി അതിന് ഒരു പഠന സമിതിയെ നിയോഗിക്കുകയുണ്ടായി. അപ്പോൾ ഈ ഒരു ഇൻ്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷനെയാണ് അതിന് ചുമതലപ്പെടുത്തിയത്. ഏതാണ്ട് 2009 നവംബറിലായിരുന്നു ആ ചുമതലപ്പെടുത്തൽ. ആ കമ്മിറ്റി പരിശോധിച്ച് റിപ്പോർട്ടുമായി എത്തിച്ചേർന്നപ്പോൾ തന്നെ അത് പ്രായോഗികമായി കൊണ്ടുവരാൻ വേണ്ടി ആദ്യമായി ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യണം തീരുമാനിച്ചു. അങ്ങനെയാണ് ആദ്യം വിഴിഞ്ഞം സീപോർട്ട് ഇൻ്റർനാഷണൽ എന്ന കമ്പനി രജിസ്റ്റർ ചെയ്തത്. ഏതാണ്ട് 2010 ആഗസ്റ്റ് മാസം 11 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി VS അത് ഉദ്ഘാടനം ചെയ്യുകയും തുറമുഖ വകുപ്പ് മന്ത്രി വിജയകുമാർ അധ്യക്ഷനാവുകയും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉമ്മൻചാണ്ടി അതിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് വിഴിഞ്ഞത്ത് ആദ്യമായി ഒരു തുറമുഖ കമ്പനി ഉദ്ഘാടനം ചെയ്ത് രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. അതിനെ തുടർന്ന് 400 കോടി രൂപയാണ് ബഹുമാനായ അന്നത്തെ ധനകാര്യമന്ത്രി തോമസ് ഐസക്ക് ആ തുറമുഖത്തിന് വേണ്ടി മാറ്റിവെച്ചത്. അപ്പോൾ അതിൻ്റെ വിവിധ ഘട്ടങ്ങളിലേക്ക് കടന്നു വന്നത് ടെൻഡർ ചെയ്തു. അത് ടെൻഡർ ചെയ്തപ്പോൾ ആന്ധ്രയിലെ ഒരു കമ്പനി അത് കോട്ട് ചെയ്തു. ആന്ധ്രയിൽ നിന്ന് അത് കോട്ട് ചെയ്ത കമ്പനി നെഗറ്റീവാണ് ബിഡ് വന്നത്. എന്നുവെച്ചാൽ നമ്മൾ പറഞ്ഞ തുകയേക്കാൾ താഴ്ന്നു വന്നിരിക്കുന്നു. അങ്ങനെ വന്ന കമ്പനിക്ക് കരാർ ഉറപ്പിച്ച് ലെറ്റർ ഓഫ് ഇൻറ്റൻറ്റും കൊടുത്തു. പക്ഷേ അതിനെതിരെ കോടതിയിൽ കേസ് വന്നു. ഹൈക്കോടതിയിൽ കേസ് വന്നതുകൊണ്ട് ആ കമ്പനിക്ക് തുടർന്ന് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ കമ്പനിയുടെ ആരംഭവും അതിനുവേണ്ടി ഫണ്ട് മാറ്റിവെച്ചതും ഇതിനെ സംബന്ധിച്ച് ആദ്യ പഠനവും നടത്തിയത് യഥാർത്ഥത്തിൽ VS അച്യുതാനന്ദൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റും അതിലെ തുറമുഖ വകുപ്പ് മന്ത്രി തന്നെ ശ്രീ വിജയകുമാറും മുൻകൈ എടുത്താണ് എന്ന കാര്യം ശ്രദ്ധേയമാണ്. പിന്നീട് ഇത് നടപ്പാകാതെ വെച്ച് താമസിച്ചപ്പോഴാണ് കേരളത്തിൽ വലിയ പ്രക്ഷോഭ സമരങ്ങൾ വളർന്നു വന്നു. അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ബഹുമാനപ്പെട്ട ഇന്നത്തെ മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ആദ്യ കണ്ണിയായും പന്നിയൻ രവീന്ദ്രൻ അപ്പുറത്ത് വിഴിഞ്ഞത്ത് അവസാന കണ്ണിയായും അന്ന് മനുഷ്യച്ചങ്ങല വരെ തീർത്ത് പ്രക്ഷോഭ സമരങ്ങളിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യം വന്നു. വലിയ രൂപത്തിലുള്ള പ്രക്ഷോഭ സമരങ്ങൾ വന്നു. ദിവസങ്ങളോളം നീണ്ടുനിന്ന സമരങ്ങൾ വന്നു. അതിൻ്റെ എല്ലാം ഫലമായി പിന്നീട് അധികാരത്തിൽ വന്ന UDF ഗവൺമെൻറ് 2015 അവസാന ഘട്ടത്തിലാണ് ഇതിലേക്ക് വീണ്ടും കടന്നു വന്ന് ടെൻഡർ ചെയ്യാൻ തയ്യാറായി. ഇത്തരം ഒരു ഘട്ടത്തിലാണ് അദാനിയുമായി ബന്ധപ്പെട്ട രൂപത്തിലുള്ള കരാർ ശ്രീ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഉണ്ടാക്കുന്നത്. ആ കരാർ ഉണ്ടാക്കിയപ്പോൾ ആ കരാറിൻ്റെ ഉള്ളടക്കത്തിലെ ചില വകുപ്പുകൾ നമുക്ക് ഒരിക്കലും സ്വീകാര്യമായിരുന്നില്ല. കേരളത്തിന് വൻപിച്ച രൂപത്തിലുള്ള നഷ്ടം വരുത്തുന്ന രൂപത്തിലും അദാനിക്ക് വലിയ പ്രയോജനം ചെയ്യുന്ന രൂപത്തിലേക്കുമാണ് ആ കരാർ അന്ന് ഉണ്ടാക്കിയത്. ആ കരാറിലെ ഈ ഉള്ളടക്കത്തിലെ ചില ഭാഗത്തെയാണ് അന്ന് യഥാർത്ഥത്തിൽ ഞങ്ങൾ എതിർത്തത്. ഇടതുപക്ഷ ജനാധിപത്യം അന്ന് എതിർക്കുകയുണ്ടായി. അത് ചൂണ്ടിക്കാണിച്ചാണ് അവരിപ്പോൾ മറ്റു രൂപത്തിലുള്ള വ്യാഖ്യാനങ്ങൾ കൊടുക്കുന്നത്. പക്ഷേ കരാറിനെ പോർട്ട് വരുന്നതിനെ അല്ല എതിർത്തിരുന്നത്. പിന്നീട് അങ്ങനെ ഒരു കരാറുണ്ടാക്കി തറക്കല്ലിട്ടതൊഴിച്ചാൽ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കാര്യമായി മുന്നോട്ട് നീങ്ങിയില്ല. പിന്നീട് 2016 അധികാരത്തിൽ വന്ന ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ്റാണ് നിശ്ചയദാർഢ്യത്തോടുകൂടി വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് യഥാർത്ഥത്തിൽ പൂർണ്ണാർത്ഥത്തിൽ തുടക്കം കുറിച്ചത്. ആദ്യഘട്ടത്തിൽ കരിങ്കല്ല് കിട്ടാതെ ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം ഉണ്ടായി. ഏതാണ്ട് 80 ലക്ഷം മെട്രിക് ടൺ കരിങ്കല്ല് വേണമായിരുന്നു. അതിവിടെ ലഭ്യമല്ലാതെ വന്നപ്പോൾ തമിഴ്നാട് കൂടി ബന്ധപ്പെടുത്തി വലിയ രൂപത്തിലുള്ള ഇടപെടൽ ഗവൺമെൻറ് നടത്തിയതിൻ്റെ ഫലമാണ് കരിങ്കൽ കോറി കിട്ടിയത്. അത് കിട്ടി വന്നപ്പോൾ നമുക്കെല്ലാം അറിയാവുന്ന പോലെ നമ്മുടെ നാടിനെ ആകെ വിഷമിപ്പിച്ചുകൊണ്ട് ഓഖി ദുരന്തം വന്നു.
ആ ഓഖി ദുരന്തത്തിൻ്റെ ഫലമായി നമ്മുടെ പുലിമുട്ട് കെട്ടി മുന്നോട്ട് പോകാൻ കഴിയാത്ത പ്രകൃതി വലിയ രൂപത്തിലുള്ള രൂക്ഷമായ ആക്രമണങ്ങളുണ്ടായി. അത് പിന്നീട് തടസ്സപ്പെട്ടു. പിന്നീട് അടുത്ത ഘട്ടത്തിൽ വീണ്ടും ഒരു ചുഴലിക്കാറ്റ്. അത് കഴിഞ്ഞപ്പോഴാണ് കോവിഡ് എന്ന മഹാമാരി രൗദ്രഭാവം കൊണ്ട് നമ്മളെ വേട്ടയാടുന്ന സ്ഥിതി വന്നു. അപ്പോൾ നമുക്ക് തൊഴിലാളികൾക്ക് ഉൾപ്പെടെ രംഗത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിവിശേഷത്തിലേക്ക് വന്നു. ഇതെല്ലാം അതിജീവിച്ച് മുന്നോട്ട് വരുമ്പോഴാണ് പ്രക്ഷോഭ സമരങ്ങളുമായിട്ട് വന്നത്. ആ പ്രക്ഷോഭ സമരങ്ങളുമായി മുന്നോട്ട് വന്നവർ ഇത് എല്ലാ അർത്ഥത്തിലും നടക്കരുതെന്ന രൂപത്തിലേക്ക് വന്നപ്പോൾ ആ പ്രക്ഷോഭ സമരത്തെ യഥാർത്ഥത്തിൽ അന്ന് പിന്തുണച്ചവരാണ് ഇന്ന് ഞങ്ങളുടെ കുഞ്ഞാണെന്ന് പറയാൻ മുന്നോട്ട് വരുന്നത്. അത് വേണമെങ്കിൽ മിനിസ്റ്റർ അത് തന്നെയാണ് ശരി. ഇപ്പോൾ സമയപരിമിതി ഉണ്ടെന്നറിയാം. എന്നാലും ഒരു ചോദ്യം കൂടി. ഈ പുനരധിവാസം, മത്സ്യത്തൊഴിലാളികളുടെ അവകാശങ്ങൾ പോലുള്ള പ്രശ്നങ്ങൾ ഉയർത്തിയാണ് ഇപ്പോൾ അവരുടെ ചില വാദങ്ങൾ ഉയർന്നു വരുന്നത്. ഇന്ന് ശശി തരൂർ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് തുറമുഖ പദ്ധതിയെ അംഗീകരിക്കുന്നുണ്ട്, പക്ഷേ മനുഷ്യൻ്റെ പ്രശ്നങ്ങളെ അത്തരത്തിൽ തന്നെ പരിഗണിക്കുന്നു, അതുകൊണ്ട് നാളത്തെ ഈ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്നുകൂടി ശശി തരൂർ പറയുകയും ചെയ്തു. ഈ വാദങ്ങൾ എത്രത്തോളം മുഖവിലേക്ക് എടുക്കാൻ കഴിയും മിനിസ്റ്റർ? അവർ പ്രഖ്യാപിച്ചതിൽ ഒരു തുകയും മാറ്റിവെച്ചിരുന്നില്ല. അതേസമയത്ത് പിണറായി വിജയൻ ഗവൺമെൻറ് വന്നതിന് ശേഷം അവരെ വിളിച്ചുകൂട്ടി അവർ ഉന്നയിച്ച പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹാരം കാണാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ആ ശ്രമങ്ങളിൽ ഇപ്പോൾ 106 കോടി രൂപ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. 106.8 കോടി രൂപ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ശുദ്ധജല പദ്ധതി സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ കുറേ കൂടി പൂർത്തീകരണമുണ്ട്. അവിടുത്തെ ആശുപത്രി അപ്ഗ്രേഡ് ചെയ്തു. സ്കൂൾ അപ്ഗ്രേഡ് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു. പ്ലേ ഗ്രൗണ്ടിന് വേണ്ടി സ്ഥലം അലോട്ട് ചെയ്തു. അവശേഷിക്കുന്ന മരവടി തൊഴിലാളികളും ചിപ്പി തൊഴിലാളികളും ഉൾപ്പെടെയുള്ള അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുണ്ടായിരുന്നു. അത് ബഹുമാനായ അച്ഛനും അതുപോലെ തന്നെ ബഹുമാനായ ജമായത്തിൻ്റെ ഭാരവാഹികളും എല്ലാം ചേർന്ന്, ഞാനും അതുപോലെ തന്നെ ബഹുമാനായ ഫിഷറീസ് മന്ത്രിയും ചേർന്ന് നിരവധി യോഗങ്ങൾ വിളിച്ച് അവരുമായി ചർച്ച ചെയ്ത് ആ ചർച്ച ചെയ്തതിന് പരിഹാരം കാണാൻ കഴിയുന്ന രൂപത്തിലുള്ള തീരുമാനങ്ങൾ ഇന്നലെ സായാഹ്നത്തിൽ അവസാനമായി ഉണ്ടായി. നല്ല യോജിപ്പിലെത്തി. ഗവൺമെൻറ്റിൽ അവർക്ക് പ്രതീക്ഷയാണെന്ന് പറഞ്ഞാണ് ഞങ്ങളെല്ലാം പിരിഞ്ഞത്. നിശ്ചയമായും അവരോട് പറഞ്ഞ വാക്കുകൾ പാലിക്കും. ആ പ്രദേശത്തുകാർക്ക് 50% തൊഴിൽ കൊടുക്കണമെന്നുള്ള കരാർ അത് കൃത്യമായി പാലിക്കും. ഇപ്പം തന്നെ ട്രയൽ എടുക്കുമ്പോൾ അതിൽ ട്രക്കുകൾ ഓടിക്കാൻ വേണ്ടി വരുന്ന ഡ്രൈവർമാരിൽ 50% ആ പ്രദേശത്തിന് വേണ്ടി കൊടുത്തു കഴിഞ്ഞു. ഇനിയും കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മറ്റു തൊഴിലിലേക്കും ആ തരത്തിൽ കൊടുക്കും. അതുണ്ടാക്കിയിട്ടുള്ളൊരു കരാറാണ്. അതുപോലെ തന്നെ ആ പ്രദേശത്തുള്ള ആൾക്ക് പരിശീലനം കൊടുക്കാൻ വേണ്ടി അസാപ്പിൻ്റെ നേതൃത്വത്തിലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടെ ആരംഭിച്ചു. അവിടെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു കഴിഞ്ഞു. ഭാവിയെ സംബന്ധിച്ച് ശുദ്ധജല പദ്ധതി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. സ്കൂൾ അപ്ഗ്രേഡ് ചെയ്യും. പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നു. അപ്പോൾ അവരോട് പറഞ്ഞ വാക്കും പാലിച്ചുകൊണ്ടായിരിക്കും ഇത് കമ്മീഷനിലേക്ക് പോവുക. ഇപ്പോൾ ഇത് ട്രയൽ റൺ മാത്രമാണ്. ഇത് കമ്മീഷൻ ചെയ്യുന്ന ഘട്ടം എത്തുമ്പോഴേക്ക് അവിടെ മത്സ്യത്തൊഴിലാളികൾക്ക് പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവശേഷിക്കുന്നത് ഇപ്പം നടപ്പാക്കി ഇത്രത്തോളം എത്തിയിരിക്കുന്നു. അവശേഷിക്കുന്ന ബാക്കി കാര്യങ്ങൾ കൂടി നടപ്പാക്കും. അവർ മുന്നോട്ട് വെച്ചിരുന്ന മറ്റൊരു ഡിമാൻഡാണ് ഫിഷിംഗ് ഹാർബർ. ആ ഹാർബറിനുള്ള അവസാനത്തെ സൊല്യൂഷനുണ്ടായി. അത് സംബന്ധിച്ച DPR തയ്യാറാക്കി, അത് സംബന്ധിച്ച പ്ലാൻ ഉണ്ടാക്കി. അത് ശാസ്ത്രീയമാക്കി മാറ്റുന്നതിന് വേണ്ടി പൂന ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ചുമതലപ്പെടുത്തി. അത് മനസ്സിലാക്കാൻ വേണ്ടി അവരെ തന്നെ പൂനെയിൽ അയച്ച് അവർക്കത് ബോധ്യപ്പെട്ട് ഇപ്പോൾ അത് സംബന്ധിച്ചും ധാരണയായി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ എല്ലാ നിലയിലും ആ പ്രദേശത്തെ എല്ലാ വിഭാഗം ആളുകളെയും യോജിപ്പിച്ചു. ഒപ്പം ഈ നാടിൻ്റെ ചിരകാല സ്വപ്നം യാഥാർത്ഥ്യമാകുന്നതോടുകൂടി കേരളത്തിനുണ്ടാവാൻ പോകുന്ന സാമ്പത്തിക, കാർഷിക, വ്യാവസായിക, വാണിജ്യ, തൊഴിൽ, വിനോദസഞ്ചാര മേഖലകളിലെ വൻ പുരോഗതി ഉറപ്പാക്കാൻ കഴിയുന്ന ഈ സ്വപ്ന പദ്ധതി കേരളത്തിൻ്റെ ചരിത്രത്തിലെ അവിസ്മരണീയമായ മുഹൂർത്തം സൃഷ്ടിച്ചുകൊണ്ട് ഇത് ആ നാടിന് സമർപ്പിക്കാൻ പോകും. ഇതിലെല്ലാവരും സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ആഹ്ലാദിക്കുകയും ആവേശം കൊള്ളുകയാണ് വേണ്ടത്. ഇവിടെ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ സംഘവിധ ഭാവങ്ങൾ ഉയർത്തി ജാതി മത വർഗവർണ്ണ ചിന്തകളുടെ എല്ലാ വിദ്വേഷകരമായ നീക്കങ്ങൾ നടത്തി ഇതിനെ ഒരു തരത്തിലും പിന്തിരിപ്പിക്കാൻ ആര് വിചാരിച്ചാലും നടക്കില്ല എന്ന് ഇടതുപക്ഷ ജനാധിപത്യത്തിന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ കാര്യത്തിൽ നിലവാരം ഉയർത്തി തങ്ങളുടെ നിലപാടുകൾ വിശദീകരിച്ചതാണ്. അതുകൊണ്ട് തുറമുഖം യാഥാർത്ഥ്യമാകുന്നു. എല്ലാവരുടെയും പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് നമ്മുടെ നാടിൻ്റെ വികസന രംഗത്ത് വിസ്മയങ്ങൾ തീർക്കുന്ന ചരിത്ര മുഹൂർത്തത്തിന് കേരളം ലോകത്തിൻ്റെ മുമ്പിൽ ഏറ്റവും ഉറ്റുനോക്കുന്ന, പ്രതീക്ഷയോടെ നോക്കുന്ന ഈ വലിയ സംരംഭത്തിന് ഇതാ നന്ദി കുറിച്ച് മുന്നോട്ട് പോകുന്നു. വളരെ നന്ദി മിനിസ്റ്റർ, ഈ തിരക്കേറിയ സമയത്തിലും ഞങ്ങൾക്കായി അല്പസമയം അനുവദിച്ചതിന്. ഏതായാലും ഈ മന്ത്രി പറഞ്ഞതിൽ അടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ വിഴിഞ്ഞം പദ്ധതി ട്രയൽ റൺ നാളെ നടക്കാൻ പോകുന്ന കാര്യങ്ങളിലൊക്കെ കൃത്യമായി മറുപടി പറയാൻ കോൺഗ്രസ് പ്രതിപക്ഷം കാത്തിരിക്കുകയാണ്. വസന്ത് സിറിയക്കും കാത്തിരിക്കുകയായിരുന്നു എന്ന് എനിക്കറിയാം. വസന്ത് സിറിയക്കും ഇപ്പോൾ മന്ത്രി പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ ഒരുപാട് വ്യക്തതകളുണ്ട്. നിങ്ങളൊന്ന് ഉയർത്തിയ പ്രശ്നങ്ങൾ ചെന്നിത്തല അടക്കമുള്ളവർ, VD സതീശൻ അടക്കമുള്ളവർ പറഞ്ഞത് ഈ കുഞ്ഞിൻ്റെ അച്ഛൻ ആര് എന്നുള്ള ചോദ്യമാണ്.
അതിൻ്റെ ക്രെഡിറ്റ് ഞങ്ങൾക്കാണ് എന്നുള്ള അർത്ഥത്തിലാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് നിങ്ങളുടെ MP ശശി തരൂർ പറഞ്ഞത് മനുഷ്യൻ്റെ പ്രശ്നം, പുനരധിവാസം അടക്കമുള്ള പ്രശ്നങ്ങൾ, ഇതിനെല്ലാമാണ് ഇപ്പോൾ മന്ത്രി മറുപടി പറഞ്ഞിട്ടുണ്ട്. പുനരധിവാസ പ്രവർത്തനങ്ങൾ എത്രത്തോളം എത്തി? 107 കോടി രൂപ അടക്കം ചെലവഴിച്ചു കഴിഞ്ഞു. അവിടുത്തെ വിദ്യാഭ്യാസം എങ്ങനെ, കുട്ടികളെ എങ്ങനെയാണ് പരിപാലിക്കേണ്ടത്, അവിടുത്തെ മറ്റ് ആരോഗ്യ സംവിധാനങ്ങൾ എങ്ങനെയാണ്, വളരെ കൃത്യമായൊരു പ്ലാൻ സർക്കാരിനുണ്ട്. അത് അരുതിയിൽ പിന്നെ പോവുകയും ചെയ്യുകയാണ്. പിന്നെ എന്തിനാണ് ഈ ക്രെഡിറ്റ് എന്ന കാര്യവുമായി ഇപ്പോൾ വന്നിരിക്കുന്നത്? ഈ ക്രെഡിറ്റിനെ സംബന്ധിച്ചൊക്കെ സംസാരിക്കുമ്പോൾ കൃത്യമായി നമുക്കറിയാം, ഇപ്പോൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു ട്രോൾ ദിവ്യ എസ് അയ്യറുടേതായ രീതിയിലാണ്. ദിവ്യ എസ് അയ്യർ പറഞ്ഞതാണോ എന്നറിയില്ല, ഏതായാലും ഒരു ട്രോൾ വന്നിട്ടുണ്ട്. ഈ വിഴിഞ്ഞത്ത് വരാൻ പോകുന്നത് ഒറിജിനൽ കപ്പൽ തന്നെയാണ്, ഡമ്മി അല്ല. ഇതിനകത്തൊരു കുത്തുണ്ട്, ആ കുത്തെന്താണെന്ന് താങ്കൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. പഴയ ചില ഓർമ്മകൾ കണ്ണൂരിലെ വിമാനത്താവളവുമായി ബന്ധപ്പെട്ടുള്ള. എന്തിനാണ് ഈ ക്രെഡിറ്റ് വാദവും കൊണ്ട് ഇപ്പോൾ വരുന്നത് ഈ നിങ്ങൾ പ്രതിപക്ഷം? വസന്ത്. ശ്രീ ശ്രീജു, നോക്കൂ, ഇപ്പൊ നമ്മുടെ ചർച്ചയിൽ പങ്കുചേർന്ന തുറമുഖ വകുപ്പ് മന്ത്രി പറഞ്ഞത് തന്നെ നുണയാണ്. അദ്ദേഹം പറഞ്ഞ എന്താണ്, ഞങ്ങൾക്ക് ചില കരാറിലെ ചില ക്ലോസുകളോടായിരുന്നു എതിർപ്പുണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. നോക്കൂ, ദേശാഭിമാനി എന്ന് ഇതിനെ വിളിച്ചെന്താണ്, കടൽ കൊള്ള എന്നല്ലേ ദേശാഭിമാനി വിളിച്ചത്? അതായത് 5100 കോടി പദ്ധതി ചെലവ് വരുന്ന ഒരു പദ്ധതിയെ 5100 കോടി രൂപ മാത്രം പദ്ധതി ചെലവ് വരുന്നൊരു പദ്ധതിയെ 6000 കോടി രൂപയുടെ കടൽ കൊള്ള എന്ന് വിളിച്ചത് ദേശാഭിമാനിയാണ്. നോക്കൂ, ദേശാഭിമാനിയല്ലേ? അപ്പോ അവർക്ക് ചില ക്ലോസുകളിൽ മാത്രമായിരുന്നു പ്രശ്നമെങ്കിൽ 5100 കോടി രൂപ പദ്ധതി ചെലവ് വരുന്നിടത്ത് 6000 കോടി രൂപയുടെ എന്ത് അഴിമതി നടക്കുമെന്നായിരുന്നു പറയുന്നത് ദേശാഭിമാനം മാത്രമാണ്. അന്നത്തെ പാർട്ടി സെക്രട്ടറി, ഇന്നത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇതിനെ വിളിച്ചത് എന്താണ്? നോക്കൂ, UDF ഗവൺമെന്റിന്റെ കാലത്ത് നടന്ന എല്ലാ പദ്ധതികളെയും എതിർക്കുകയും പിന്നീട് അത് പൂർത്തീകരണത്തിലേക്ക് എത്തുമ്പോൾ അതിന്റെ ഉദ്ഘാടന സമയത്ത് എട്ടുകാലി മമ്മൂഞ്ഞുകൾ നടിക്കുകയും ചെയ്യുന്നവരായി LDF മാറിയിട്ടില്ലേ? ഇപ്പൊ അങ്ങ് പറഞ്ഞ കണ്ണൂർ വിമാനത്താവളം, അതിനു മുമ്പുള്ള കൊച്ചി വിമാനത്താവളം, S ശർമ്മയെ അങ്ങേക്ക് അറിയാമായിരിക്കുമല്ലോ. ആരായിരുന്നു ശർമ്മ? എന്റെ നെഞ്ചിന് കുറുകയല്ലാതെ ഇവിടെ വിമാനം പറന്നിറങ്ങില്ല എന്ന് പറഞ്ഞ് സമരം ചെയ്ത DYFI നേതാവാണ്. വസന്ത, ഞാൻ ആദ്യം ഒന്ന് ഇടപെട്ടോട്ടെ. എനിക്കറിയായിരുന്നു താങ്കൾ ഇന്ന് ഈ പത്രവുമായിട്ട് വരും. കാരണം ഇന്ന് കേരളത്തിലുള്ള എല്ലാ പ്രതിപക്ഷ നേതാക്കളും ഈ അന്നത്തെ ദേശാഭിമാനി പത്രം കടൽ കൊള്ള എന്ന് പറഞ്ഞത്, അത് ഈ മന്ത്രി പറഞ്ഞത് തെറ്റില്ല. മന്ത്രി കൃത്യമാണ് പറഞ്ഞത്, ആ കരാറിലെ വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ടായിരുന്നു. ഈ പദ്ധതിക്ക് 8872 കോടിയാണെങ്കിൽ അതിൽ 5660 കോടിയും സംസ്ഥാന സർക്കാരാണ് ചെലവഴിച്ചത്. 818 കോടി കേന്ദ്ര സർക്കാരാണ്. 2584 കോടി, അതായത് 21% അദാനി ചെലവഴിക്കുന്നത്. അന്നത്തെ ഈ വിഷയമാണ് CPM അടക്കം ഉന്നയിച്ചത്. കാരണം ഈ പദ്ധതി നടപ്പിലാക്കുമ്പോൾ അന്ന് 20 വർഷത്തോളം അതിൻ്റെ ലാഭവിഹിതം എടുക്കേണ്ടിയിരുന്നത് അദാനി കമ്പനിക്കാണ്. താങ്കളുടെ മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടിക്ക് ആദ്യത്തെ നിലപാട് ഇത് പൊതുമേഖലയിൽ തന്നെ വേണമെന്നായിരുന്നു. താങ്കളുടെ പാർട്ടി അറിയാതെ, മന്ത്രിസഭ അറിയാതെ പെട്ടെന്ന് പ്ലാനിംഗ് കമ്മീഷൻ ചെല്ലുന്നു, PPP മോഡലുമായി രംഗത്ത് വരികയും ചെയ്യുന്നു. ഇതാരും അറിഞ്ഞില്ല. താങ്കളുടെ പാർട്ടിയിലെ VM സുധീറിന് എതിർപ്പുണ്ടായിരുന്നു. താങ്കളുടെ പാർട്ടിയിലെ VD സതീശൻ അന്നത്തെ KPCC അധ്യക്ഷനോട് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി അന്വേഷിക്കണമെന്ന് പറഞ്ഞതെന്തിനാണ്? ഇതെല്ലാം വളരെ കൃത്യമാണ്. വസന്ത് ശ്രീക്ക് താങ്കൾ ഈ ചോദിച്ച ചോദ്യത്തിന് ഞാനല്ല ശരിക്കും മറുപടി പറയേണ്ടത്. അന്നത്തെ കഴിഞ്ഞ സർക്കാരിലെ തുറമുഖ മന്ത്രി M വിജയകുമാറുണ്ട്. അദ്ദേഹത്തിന് കൃത്യമായി കാര്യങ്ങളെ കുറിച്ച് അറിയാൻ കഴിയുന്നുണ്ട്. അദ്ദേഹം അതിന് മറുപടി പറയും. ശ്രീ M വിജയകുമാർ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ സംബന്ധിച്ച് അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്ത് ചർച്ച ചെയ്യുന്നതിൽ അർത്ഥമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് ഇപ്പോൾ ഒരു ടെൻഡർ നിർവഹിച്ചതിൻ്റെ പേരിലുള്ള അവകാശവാദവുമായിട്ട് ആണ് ഇപ്പോൾ തർക്കങ്ങൾ നടക്കുന്നത്. അത് വളരെ വിചിത്രമായി മാത്രമേ എനിക്ക് കാണാൻ സാധിക്കൂ. വളരെ ദീർഘനാളത്തെ എന്ന് പറഞ്ഞാൽ എൻ്റെ അനുഭവത്തിൽ ഒരു 30 വർഷക്കാലത്തെ പ്രവർത്തനങ്ങളുടെ ആകെ തുകയാണ് ഇന്നത്തെ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 1996 നയനാർ മുഖ്യമന്ത്രി, അന്ന് ഞാൻ നിയമസഭയുടെ സ്പീക്കറായിരുന്നു, അതുകൊണ്ട് എനിക്ക് നേരിട്ട് എല്ലാ കാര്യങ്ങളിലും ബന്ധപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. അന്നാണ് ഒരു അന്തർദേശീയ തുറമുഖം എന്ന നിലയിൽ തുറമുഖത്തെ വിഴിഞ്ഞത്തെ വികസിപ്പിക്കാനുള്ള പഠനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. അവിടെ നിന്നാണ് ഇതിൻ്റെ ആരംഭം. കുമാർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു കമ്പനിയെ ചുമതലപ്പെടുത്തി പഠനം നടത്തി. അത്രയേ ആ സർക്കാരിൻ്റെ കാലത്ത് നടന്നിട്ടുള്ളൂ. തുടർന്ന് വന്ന AK ആൻ്റണി നേതൃത്വം വഹിച്ച ഗവൺമെൻറ്റാണ് ഒരു ഗ്രഹപാഠമൊന്നും നടത്താതെ
എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ടേ ഒരു തുറമുഖത്തിൻ്റെ ടെൻഡർ നടപടിയിലേക്ക് നമുക്ക് പോകാൻ സാധിക്കൂ. അതൊന്നും നടത്താതെ കണ്ട് ഒരു ടെൻഡറിലേക്ക് പോയി AK ആന്റണി സർക്കാർ. ആ ടെൻഡർ വന്നതോ ഒരു വിദേശ കമ്പനിയാണ്, ചൈനീസ് ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള 2 കമ്പനികളുടെ കൺസോർഷ്യമാണ് അന്ന് ആ ടെൻഡറിൽ വന്നത്. ആ ടെൻഡറിന് കേന്ദ്ര സർക്കാരിൻ്റെ സെക്യൂരിറ്റി ക്ലിയറൻസ് അത് കിട്ടിയാൽ മാത്രമേ അതിൻ്റെ മറ്റു നടപടികളിലേക്ക് കടക്കാൻ സാധിക്കൂ. അതുണ്ടായില്ല. ആ സമയത്താണ് 2006 അച്യുതാനന്ദൻ്റെ VS അച്യുതാനന്ദൻ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നത്. ആ ഗവൺമെൻറ്റിലെ തുറമുഖ മന്ത്രി കൂടിയായിരുന്നു ഞാൻ. ഞങ്ങളുടെ മുമ്പിൽ അന്ന് വിഴിഞ്ഞെടുക്കുമ്പോൾ ആദ്യം ഈ ടെൻഡറാണ് നമ്മുടെ മുമ്പിലുള്ളത്. ആ ടെൻഡറിനെ സംബന്ധിച്ചൊരു തീരുമാനമെടുക്കാതെ നമുക്ക് മുന്നോട്ട് പോകാനാവില്ല. അന്ന് വാസ്തവത്തിൽ എന്താ ഒരു അനുകൂല സാഹചര്യം? കേന്ദ്രത്തിൽ UPA ഗവൺമെൻറ്റാണ്, കോൺഗ്രസ് നയിക്കുന്ന UPA മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ്റാണ്. AK ആന്റണി അന്ന് മുമ്പ് ടെൻഡർ ചെയ്ത ആളാണെങ്കിലും അന്ന് കേന്ദ്രത്തിലെ പ്രതിരോധ മന്ത്രിയായി വന്നു. നമുക്ക് ഏറ്റവും കൂടുതൽ മന്ത്രിമാരുണ്ട്, സ്വാധീനമുണ്ട്. ഇതിൻ്റെ അംഗീകാരത്തിന് വേണ്ടി ഞങ്ങൾ പോയി. 1 വർഷക്കാലം ഇതിൻ്റെ അംഗീകാരം തരാതെ താമസിപ്പിച്ചു. അതിൻ്റെ റീസൺ പോലും പറഞ്ഞില്ല. എന്താണ് സെക്യൂരിറ്റി ക്ലിയറൻസ് തരാത്തതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞില്ല. അവസാനം രാഷ്ട്രീയമായിട്ട് കൂടി ഞങ്ങൾ സമ്മർദ്ദം ചെലുത്തിയതിൻ്റെ ഭാഗമായി ഞങ്ങൾ പറഞ്ഞു, ഒന്നുകിൽ അംഗീകാരം തരിക, അല്ലെങ്കിൽ തരാതിരിക്കുക, റദ്ദാക്കുക. ഇത് രണ്ടിലെന്തെങ്കിലും വേണ്ടേ? മുമ്പോട്ട് പോകണ്ടേ? വിഴിഞ്ഞവല്ലേ? അത് ചെയ്യാതെ അതിനുവേണ്ടി ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് സെക്യൂരിറ്റി അത് ടെൻഡർ ക്യാൻസലായത്. അതാണ് അതിൻ്റെ ചരിത്രം. അതിന് ശേഷമാണ് ഈ രൂപത്തിൽ മുന്നോട്ട് പോകാനാവില്ല. വീണ്ടും ടെൻഡർ ചെയ്താൽ വീണ്ടും ഇതേപോലുള്ള പ്രശ്നങ്ങൾ വരും. അതിന് നല്ല തയ്യാറെടുപ്പോട് കൂടി കേരളത്തിൻ്റെ ചരിത്രത്തിലും ഇന്ത്യയുടെ ചരിത്രത്തിലും ആദ്യമായിട്ടാണ് ഒരു തുറമുഖത്തിന് വേണ്ടി ഒരു ഇൻ്റർനാഷണൽ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് ഇവിടെ ട്രിവാൻഡ്രത്ത് മസ്കറ്റ് ഹോട്ടലിൽ നടത്തി. 15 വിദേശ രാജ്യങ്ങൾ അതിൽ പങ്കെടുത്തു, 43 കമ്പനികൾ പങ്കെടുത്തു. ആ ഇൻവെസ്റ്റേഴ്സ് മീറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ടെൻഡറിലാണ് 5 ടെൻഡറുകൾ ലഭിച്ചത്, 5 കമ്പനികളുടെ ടെൻഡറുകൾ ലഭിച്ചത്. ആ ടെൻഡറുകൾ പരിശോധിച്ച് ആ ടെൻഡറുകൾ അംഗീകരിക്കുക മാത്രമല്ല, അതിൽ അനുകൂലമായ ഒരു നെഗറ്റീവ് ബിഡ് അന്നുണ്ടായിരുന്നു. അതാണ് ലാൻഡ്കോ കൊണ്ടപ്പള്ളി എന്ന കമ്പനിയുടെ കൺസോർഷ്യം. അവർ നെഗറ്റീവ് ബിഡ് 151 കോടി രൂപ സംസ്ഥാന സർക്കാരിന് ഇങ്ങോട്ട് തരുന്നൊരു ബിഡ്. അങ്ങനെ ഒരിക്കലും ഒരു ബിഡ് നടക്കാറില്ല, എവിടെയും നടക്കാറില്ല. അത് അംഗീകരിച്ചു. അതിന് കേന്ദ്രത്തിൻ്റെ അനുവാദം കിട്ടി, സെക്യൂരിറ്റി ക്ലിയറൻസ് കിട്ടി, അവർക്ക് ലെറ്റർ ഓഫ് ഇൻറ്റൻറ്റ് കൊടുത്തു. വാസ്തവത്തിൽ അതുമായി മുന്നോട്ട് പോകാൻ ഇത് 2009 മനസ്സിലാക്കണം. അന്ന് ലാൻഡ്കോ കൊണ്ടപ്പള്ളി കമ്പനി ഇവിടെ നിന്ന് കളം വിട്ട കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. അതിൻ്റെ പിന്നിൽ ഒരു അന്തർദേശീയ ലോബിയും ഇവിടെ ഉള്ള ചില ഗൂഢാലോചനകളും അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. ഒരു കേസുണ്ടായി. ഈ ടെൻഡർ കൊടുത്ത അവർ ക്വാളിഫൈഡ് ആയില്ല. ഒരു സൂം എന്ന് പറയുന്ന സൂം ഡെവലപ്പേഴ്സ് അവർ ഹൈക്കോടതിയിൽ കൊണ്ട് കേസ് കൊടുത്തപ്പോൾ ലെറ്റർ ഓഫ് ഇൻറ്റൻറ്റ് വരെ കൊടുത്ത തുറമുഖത്തിൻ്റെ നിർമ്മാണം ആരംഭിക്കാൻ കഴിയുമായിരുന്ന സമയത്താണ് ആ കമ്പനി കേസ് ഉണ്ടായതിൻ്റെ പേരിൽ വിഡ്രോ ചെയ്തു. ആ കമ്പനി ലാൻഡ്കോ കൊണ്ടപ്പള്ളി വിഡ്രോ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അത് നഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ അതാണ് ടെൻഡർ. ഇപ്പോൾ പിതൃത്വം അവകാശപ്പെടുന്നവർ അതല്ലേ യഥാർത്ഥത്തിലുള്ള അത് തന്നെയാണ് ശ്രീ എം വി ജയകുമാർ താങ്കൾ സൂചിപ്പിച്ചതാണ് വിഷയം. അന്ന് ഈ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് അനുമതികൾ പലതും നിഷേധിച്ച് UPA സർക്കാരിൻ്റെ കാലത്താണ്. അന്നൊന്നും ഈ വസന്ത് സിറിയക്കിൻ്റെ നേതാക്കൾക്കാർക്കും ഒന്നും മിണ്ടാനുണ്ടായിരുന്നില്ല. ഏതായാലും വിഷയത്തിലേക്ക് വരും. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ശ്രീ എലിയസ് ജോൺ മാധ്യമപ്രവർത്തകൻ നമ്മളോട് ചേരുകയാണ്. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഈ പദ്ധതി യാഥാർത്ഥ്യമാകണമെന്ന് ഏറ്റവും അധികം ആഗ്രഹിക്കുകയും അതിനായി വർഷങ്ങൾ നീണ്ട പ്രയത്നം താങ്കൾ നടത്തിയിട്ടുണ്ട്. അത് കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിയാം. ഒരുപക്ഷെ നമ്മൾ ഈ ചർച്ചകളിലൊക്കെ പറയുമ്പോൾ 96 മുതൽ CPM ആയാലും LDF ആയാലും നമ്മൾക്ക് പറയുന്ന കാര്യമുണ്ട്. 96 മുതൽ നടത്തിയ അന്നത്തെ നയനാർ സർക്കാരിൻ്റെ കാലത്ത് നടത്തിയ ശ്രമങ്ങൾ. പക്ഷേ എനിക്ക് താങ്കൾക്ക് ഇതിനെക്കുറിച്ച് ഓർമ്മ ഉണ്ടാകുമെന്ന് തോന്നുന്നു. 87 കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു വർക്കല രാധാകൃഷ്ണൻ അന്നൊരു സെമിനാറിൽ
ഒരു വികസന സെമിനാറിൽ വിഴിഞ്ഞം പദ്ധതിയെക്കുറിച്ച്, വിഴിഞ്ഞം പദ്ധതിയുടെ സാധ്യതകളെക്കുറിച്ചും അത് നടപ്പിൽ വരേണ്ടതിനെക്കുറിച്ചും വലിയ തരത്തിൽ ഒരു സെമിനാറിൽ വിഷയം ഉന്നയിക്കുന്നു. പിന്നീട് അദ്ദേഹം പാർലമെന്റിൽ ഈ വിഷയം അവതരിപ്പിക്കുന്നു. അത് 87 മുതൽ ഈ വിഷയം ചർച്ചയാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന 96 മുതൽ ഉള്ള അതിനു മുമ്പ് കാര്യങ്ങൾ പോവുകയാണ്. അവിടെയായിരുന്നു ഇടതുപക്ഷത്തിൻ്റെ ശരിയായ കാഴ്ചപ്പാട്. ഈ വിഴിഞ്ഞം പദ്ധതി വരേണ്ടതുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ബോധ്യം ഇടത് നേതാക്കൾക്കുണ്ടായിരുന്നു. എം വിജയകുമാർ പറഞ്ഞു വന്നതിൽ അന്ന് മീറ്റ് നടത്തിയതിനോടൊപ്പം തന്നെ കൂട്ടി വായിക്കേണ്ടതാണ് 2013 ഈ പദ്ധതി വരണമെന്നാവശ്യപ്പെട്ട് ഒരു തലക്കൽ പിണറായിയും മറ്റേ തലക്കൽ പന്ന്യൻ രവീന്ദ്രനും പങ്കെടുത്തുകൊണ്ട് സംഘടിപ്പിച്ച മനുഷ്യ ചങ്ങല. ഇതെല്ലാം ഈ പദ്ധതി വരണമെന്നാണ്. ആകാശക്കൊള്ളയെന്ന് ഇപ്പോൾ വസന്ത് സിറിയക്ക് കടൽ കൊള്ളയെന്ന് വസന്ത് സിറിയക്ക് പറഞ്ഞത് അതെന്താണെന്നുള്ള കൃത്യം താങ്കൾക്ക് ബോധ്യപ്പെടുന്നുണ്ടാകും അല്ലേ ശ്രീ എലിയാസ് ജോൺ? എല്ലാം ബോധ്യപ്പെടുന്നുണ്ട്. ഞാൻ രാവിലെ മുതൽ ഒരുപാട് സംസാരിക്കുന്നുണ്ട്, തൊണ്ട വീക്കായിരിക്കുകയാണ്. 7-8 ചാനലുകളിലെ ചർച്ച കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ അവസാനം ഇവിടെ വന്നിരിക്കുന്നത്. വിജയകുമാർ സഖാവ് പറഞ്ഞതുപോലെ കഴിഞ്ഞ 30 വർഷമായിട്ട് നമ്മൾ ഈ ടെൻഡറുകളെല്ലാം കണ്ടു. ആരാണ് യഥാർത്ഥത്തിലുള്ള നിലപാടുകൾ എടുത്തത് എന്നെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കുഞ്ഞിൻ്റെ പിതൃത്വമാണ് തർക്ക വിഷയമായിരിക്കുന്നത്. എന്തായാലും കുഞ്ഞ് പിറന്നു, അതെങ്കിലും അംഗീകരിക്കുക. ഇനി ആ കുഞ്ഞിനെ നന്നായിട്ട് വളർത്താൻ എന്ത് നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതായിരിക്കണം ചർച്ചയെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ അവകാശപ്പെടുന്നവർ വാസ്തവത്തിൽ ഇത് ജനങ്ങളുടെ ഉടമസ്ഥതയിൽ നടത്തണമെന്നുള്ളൊരു വലിയ സ്വപ്നത്തെ അട്ടിമറിച്ച കഥയൊക്കെ അറിയാമോ? വസന്ത് സിറിയക്കിന് അത്തരം കാര്യങ്ങളിൽ വല്ല ധാരണയുമുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ. ഇനിയിപ്പോൾ അതിലൊന്നും നമ്മൾ പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടും കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇതെല്ലാം പോകേണ്ട രീതിയിൽ നിന്ന് മാറി അങ്ങ് പോകുന്നു. ഞാൻ കൈ കാണിക്കുന്നത് കാണുന്നുണ്ട്. ഇത് ഇപ്പോൾ 86 മുതൽ അല്ലെങ്കിൽ അതിനു മുമ്പുള്ള ചരിത്രം പോലും സിജു പറയുന്നുണ്ട്. ഈ 30 വർഷമായിട്ടുള്ളതാണ് എനിക്കറിയാവുന്ന ചരിത്രം. 30 വർഷമായിട്ട് നമ്മൾ ഈ പ്രൊജക്റ്റ് എങ്ങനെയെങ്കിലും വരണം, ഏത് സർക്കാർ വരുമ്പോഴും പ്രോജക്റ്റ് നടപ്പാക്കണമെന്നുള്ള നിലപാടെടുത്തുകൊണ്ട് നമ്മളാൽ കഴിയുന്ന തരത്തിലുള്ള സമരപരിപാടികളും ക്യാമ്പയിനുമൊക്കെ നടത്തിയാണ് ഇടതുപക്ഷമായിരിക്കും ഒരുപക്ഷെ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പിന്തുണ തന്നിട്ടുള്ളത്. ഈ സമരങ്ങൾക്ക് എല്ലാ പിന്തുണകളും ഏറ്റവും കൂടുതൽ തന്നിരിക്കുന്നത് ഇടതുപക്ഷമാണ്. ഞങ്ങൾ 2 നിരാഹാര സമരം പോലും നടത്തേണ്ടി വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ നിരാഹാര സമരത്തിലോട്ട് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, ഫുൾ ടൈം രാഷ്ട്രീയം ഇല്ലാത്തവർ പോലും നിരാഹാര സമരം നടത്തേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ ഈ പറയുന്നത് ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ്. കരാറിലെ പിഴവുകൾ അല്ലെങ്കിൽ ആ ഡോക്യുമെൻറ്റിൽ വന്നിട്ടുള്ള പിഴവുകൾ തിരുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് 10 പേർ 5 ദിവസം ഇവിടെ നിരാഹാരം കിടന്നിട്ടുണ്ട്. അന്ന് ശ്രീ VS അച്യുതാനന്ദൻ്റെ നേതൃത്വത്തിൽ അസംബ്ലിയിൽ നിന്ന് വാക്കൗട്ട് നടത്തി. ഇടതുപക്ഷം ഈ ഞങ്ങളുടെ സ്ലോഗൻ ഏറ്റെടുത്തതോടുകൂടിയാണ് ഞങ്ങളുടെ സമരം ഞങ്ങൾ അവസാനിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് ഞങ്ങളെപ്പോലുള്ള ആക്ടിവിസ്റ്റുകൾ ഒരു വിഷയത്തിൻ്റെ പേരിൽ നിരാഹാര സമരം കിടക്കേണ്ടി വരുന്നത്? അന്ന് മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയാണ്. ഞങ്ങളാണ് അദ്ദേഹത്തോട് പോയി പറഞ്ഞു, ഇതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഇത് തിരുത്തണം, ഇല്ലെങ്കിൽ പിൽക്കാലത്ത് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു മീറ്റിംഗ് അന്ന് ഫിക്സ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം മരിച്ചു കഴിഞ്ഞിട്ട് ആ മീറ്റിംഗ് ഇതുവരെ നടന്നിട്ടില്ല. അപ്പോൾ അതാണ് ഒരു കേരളത്തിലെ ഒരു മുഖ്യമന്ത്രിയുടെ ഒരു തീരുമാനം, ഒരു ചർച്ച ചെയ്യാമെന്ന് പറയുന്ന ഒരു കാര്യം പോലും നടപ്പാകാതെ നീട്ടിക്കൊണ്ടു പോകുന്ന രാജ്യതന്ത്രജ്ഞനായിരുന്നു അദ്ദേഹം. എല്ലാ ബഹുമാനത്തോടും കൂടി തന്നെ പറയട്ടെ, ഈ സർവകക്ഷി യോഗം ശ്രീ എം വിജയകുമാർ വകുപ്പ് മന്ത്രിയായിരുന്ന കാലത്തെന്നാണ് എൻ്റെ ഓർമ്മ. ഒരു സർവകക്ഷി യോഗം നിയമസഭയിൽ പോലും പ്രാതിനിധ്യം ഇല്ലാതിരുന്ന BJP അടക്കം അതിനകത്തുണ്ടായിരുന്നെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എല്ലാവരും കൂടി ചേർന്ന് ഇനി നമ്മൾ ലാൻഡ് ലോഡ് മോഡലിലെ ഈ പ്രോജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകും. കാരണം എല്ലാ ടെൻഡറുകളെല്ലാം പരാജയപ്പെട്ടു, നടക്കുന്നില്ല, കേസ് ലിറ്റിഗേഷൻ, കിട്ടുന്നവർ പിന്നോട്ട് പോകുന്നു തുടങ്ങിയ ഒരു വലിയ കോലാഹലം. അവസാനം ഇതെല്ലാം ഇനി ഉപേക്ഷിക്കുന്നു, എല്ലാ കാലത്തേക്കുമായിട്ട് നമ്മൾ ഈ ടെൻഡർ പരിപാടിയൊക്കെ ഉപേക്ഷിക്കുന്നു, ഇനി നമ്മൾ ലാൻഡ് ലോഡ് മോഡലിലേ പോകുന്നുള്ളൂ എന്ന് ശ്രീ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഒരു തീരുമാനമെടുത്തു. ഇൻക്ലൂഡിങ് കോൺഗ്രസ്സുകാർ അതിനകത്ത് സമ്മതിച്ചു, UDF സമ്മതിച്ചു. പിന്നെ എങ്ങനെയാണ് UDFന് പിന്നിലോട്ട് പോകാൻ പറ്റുക? യൂണിലാറ്ററലായിട്ട് ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായപ്പോൾ അദ്ദേഹം ഒരു കത്തെഴുതുന്നു, ശ്രീ മൊണ്ടേക് സിംഗ് അലുവാലിയ ജി ഇത് PPP ആയിട്ട് അങ്ങ് ഏറ്റെടുത്തോളണം. ഡോക്യുമെൻ്റ് വിജയകുമാർ സഖാവിൻ്റെ കയ്യിൽ കാണും. അപ്പോൾ ഇത് മൊത്തം കേരളം വന്നിരുന്ന ഒരു ട്രാക്കിൽ നിന്ന് മാറി വേറൊരു ട്രാക്കിലൂടെ പോയി. അന്ന് കുഞ്ഞൊന്നും വേണ്ട, അന്ന് കുഞ്ഞിനെ എങ്ങനെ അബോർട്ട് ചെയ്യാമെന്നുള്ളതായിരുന്നു അന്നത്തെ ചിന്ത. അതിൽ നിന്നെല്ലാം കുഞ്ഞ് രക്ഷപ്പെട്ട് ഒടുവിൽ എങ്ങനെയോ ഇപ്പോൾ പിറക്കുമ്പോൾ അതിൻ്റെ പിതൃത്വം എടുക്കുന്നതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അതിന് വിരോധമൊന്നുമില്ല. നിങ്ങൾ പിതൃത്വം എടുത്താലും കൊള്ളാം. ആ പിതൃത്വം എടുക്കുന്ന ചടങ്ങിൽ തന്നെ ഒരാളെ ക്ഷണിച്ചില്ലെന്ന് പറഞ്ഞാണ് ഇപ്പോൾ പരാതി വരുന്നത്. ഒരാളെ ക്ഷണിച്ചില്ല എന്ന് പറയുന്നു. ക്ഷണിച്ചയാൾ പങ്കെടുക്കുന്നില്ല.
ക്ഷണിച്ചയാൾ പരിപാടിക്ക് പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞ് വാക്കൗട്ട് നടത്തുന്നു, മറുവശത്ത് എന്നെ ക്ഷണിച്ചിട്ടില്ല എന്ന് പരാതി പറയുന്നു. ദയവ് ചെയ്ത് നിങ്ങൾ, ഞാൻ ഒരു പക്ഷവും പിടിക്കുന്നില്ല, ഒരു രാഷ്ട്രീയവും പിടിക്കുന്നില്ല, ഈ പദ്ധതി വളരെ താല്പര്യത്തോടെ ജനങ്ങൾ ഉറ്റുനോക്കുന്ന ഒരു പദ്ധതിയാണ്. കേരളത്തിൻ്റെ ഭാവി, ഇന്ത്യയുടെ ഭാവി പോലും നിർണ്ണയിക്കാൻ കഴിയുന്ന ഒരു പദ്ധതിയാണിത്. ദയവ് ചെയ്ത് അനാവശ്യമായ തർക്കത്തിൻ്റെ പേരിൽ ആ പദ്ധതിയുടെ ഗ്ലാമർ, അതിൻ്റെ ഒരു സൗന്ദര്യം നഷ്ടപ്പെടുത്താതെ, കാരണം ഞാനും നിങ്ങൾ സംസാരിക്കുന്ന ഇത് ലോകം മുഴുവൻ കേൾക്കുകയാണ്. ഇപ്പോഴും കേരളം ഈ പറയുന്ന ഇടുങ്ങിയ ചിന്താഗതിയിലൂടെയാണ് പോകുന്നത്. ആദ്യത്തെ കപ്പൽ വന്നു, ചൈനയിൽ നിന്ന് കപ്പൽ വന്നിട്ട് നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് ഒരു ചർച്ച വരുന്നില്ല. ഇപ്പോഴും പിതൃത്വം ആരാണെന്നുള്ളതാണ്. പിതൃത്വം വിട്ടു തന്നേക്കാം, യാതൊരു തർക്കവുമില്ല, നിങ്ങൾക്ക് വിട്ടു തന്നേക്കാം, എടുത്തുകൊണ്ട് പോയിക്കൊള്ളുക. അതിൻ്റെ പേരിൽ നിങ്ങൾ സംതൃപ്തരാണെങ്കിൽ അവിടെ കൊണ്ട് നമുക്കിത് അവസാനിപ്പിച്ച് പ്രോജക്റ്റിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം. ഇവിടുത്തെ ജനങ്ങൾക്ക്, ഇവിടെ ജനങ്ങളുടെ പ്രശ്നം ഇതൊന്നുമല്ല, പിതൃത്വമൊന്നുമല്ല. ജനങ്ങളുടെ പ്രശ്നം ഈ പ്രോജക്റ്റിൽ നിന്ന് ഒരു തൊഴിൽ എൻ്റെ മകൾക്ക്, എൻ്റെ മകൻ എങ്ങനെ കിട്ടുമെന്നുള്ളതാണ് ജനങ്ങളുടെ പ്രശ്നം. ജനങ്ങളുടെ പിതൃത്വത്തിലൊന്നും താല്പര്യമില്ല. ഈ നാട്ടിൽ എങ്ങനെ ഒരു മോചനമുണ്ടാക്കാം, ഒരു വരുമാനമുണ്ടാക്കാം, ഒരു തൊഴിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ജനങ്ങളുടെ ആഗ്രഹം. ദയവേത് നിങ്ങൾ അത് സംസാരിക്കൂ, അതിനെക്കുറിച്ച് നിങ്ങൾ പറയൂ, അതിനെക്കുറിച്ച് പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്വങ്ങൾ അവതരിപ്പിക്കൂ. അതല്ലാതെ ഏതെങ്കിലും ഘട്ടത്തിൽ വന്നുകൊണ്ട് ഇത് ഞങ്ങളുടെ പിതൃത്വം അവകാശപ്പെടുന്നു എന്ന് പറയുന്നത് ജനങ്ങളെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്. ദയവേത് അതിന് നിങ്ങൾ ഒരു നിലപാട് വ്യക്തമാക്കുക. മനസ്സിലാകുന്നുണ്ട് ശ്രീ എലിയാസ് ജോൺ, താങ്കൾക്ക് ഉണ്ടാകുന്ന ഒരു വൈകാരികമായ അതിൻ്റെ ഒരു വിക്ഷോഭത്തെക്കുറിച്ചും കൃത്യമായി മനസ്സിലാകുന്നുണ്ട്. ശ്രീ വസന്തശ്രീയൊക്കെ, അദ്ദേഹം ഈ താങ്കളുടെ നേതാക്കന്മാരെടുത്തുകൊണ്ടിരിക്കുന്ന ഈ പിതൃത്വമുണ്ടല്ലോ, കുഞ്ഞിൻ്റെ അച്ഛൻ എന്നുള്ള ചോദ്യം, ശരിക്കും പ്രസവവേദന അനുഭവിച്ച കുറച്ച് ആൾക്കാർ ഇവിടെയുണ്ട്. അത് നേരത്തെ പറഞ്ഞ എലിയാസ് ജോൺ എന്നും ഒരിക്കലും ഒരു രാഷ്ട്രീയ, താങ്കൾ ഈ കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് എലിയാസ് ജോൺ ഇവിടെ ഇരുന്ന് സംസാരിച്ചത്. അദ്ദേഹത്തിന് അറിയാം ഈ പദ്ധതി എങ്ങനെയാണ്, ഈ പദ്ധതി വന്നത് എങ്ങനെയാണ്, ഇനി പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എങ്ങനെയാണ്. കേവലം കല്ലിട്ടത് കൊണ്ട് കാര്യമാകുന്നില്ല. കുഞ്ഞിൻ്റെ അച്ഛൻ നല്ലതായതുകൊണ്ട് ഇനി എന്നാൽ ഈ കുഞ്ഞ് നല്ലതായതുകൊണ്ട് കുഞ്ഞിൻ്റെ അച്ഛൻ ഞാനായി മാറിക്കളയാം എന്ന് പറയുന്ന ഒരു ന്യായമുണ്ട്. അതാണെന്നാണ് ഇവിടെ പൊതുജനം മനസ്സിലാക്കുകയും ചെയ്യുന്നത്. പക്ഷേ ശ്രീ വസന്തശ്രീക്ക് താങ്കൾ മറുപടി പറഞ്ഞേ പറ്റൂ. എന്തിനാണ് ഇങ്ങനെയുള്ള ഇത്തരം വാദകോലാഹലങ്ങൾ? കേരളത്തിൽ നമ്മുടെ മുന്നിൽ ഓർമ്മയുണ്ട്, നിങ്ങളുടെ സർക്കാരിൻ്റെ കാലത്ത് ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് ഇവിടെ CPM എടുത്ത നിലപാടെന്താണ്, പിണറായി വിജയൻ എടുത്ത നിലപാടെന്താണ്? വളരെ കൃത്യമാണ്, ഈ പാത വന്നേ പറ്റൂ, അതിനുവേണ്ടി നിങ്ങൾക്കൊപ്പമാണ് എന്ന് നിലപാടെടുത്താണ് ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ, CPM, പിണറായി വിജയൻ അടക്കമുള്ളവർ. നിങ്ങളുടെ സങ്കുചിത രാഷ്ട്രീയം എന്താണ്? ഇനിയിപ്പോൾ ഈ പദ്ധതി യാഥാർത്ഥ്യമായി, വിഴിഞ്ഞം രാജ്യത്തിൻ്റെ തന്നെ വികസനത്തിന് മുതൽക്കൂട്ടാക്കുന്ന പദ്ധതിയാണ്, അതിൻ്റെ ക്രെഡിറ്റ് CPM കൊണ്ടുപോകേണ്ടതില്ല എന്ന വില കുറഞ്ഞ രാഷ്ട്രീയമുണ്ട്. അതാണ് ഇവിടെ എലിയാസ് ജോൺ അടക്കമുള്ളവർ ചൂണ്ടിക്കാട്ടിയത്. ശ്രീ സിജു, അങ്ങടക്കം 4 പേർ, മന്ത്രി, മുൻ മന്ത്രി അടക്കം 4 പേരാണ് ഒരു സൈഡ് പറയാനിരിക്കുന്നത്. എനിക്ക് നേരത്തെ തന്ന 1 മിനിറ്റ് മാത്രമാണ്. അത് ജനാധിപത്യ വിരുദ്ധതയാണ് എന്ന് പറയാതെ പറ്റില്ല. അല്ല, താങ്കൾക്ക് പറയാം, താങ്കളുടെ വാദങ്ങൾ കേൾക്കാനാണ് ഞങ്ങൾ എല്ലാവരും ഇന്ന് പിടിയിരിക്കുന്നത്. കേൾക്കാനില്ലെങ്കിൽ മ്യൂട്ട് ചെയ്യുക, അതിന് പ്രശ്നമൊന്നുമില്ല. 91 അല്ല അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അങ്ങ് ചോദിച്ച ചോദ്യം, ശ്രീ ഏലിയാസ് ജോൺ പറഞ്ഞ കാര്യങ്ങൾ, ശ്രീ മുൻ മന്ത്രി ശ്രീ വിജയരാഘവൻ അടക്കമുള്ളവർ ഈ ചർച്ചയിൽ പറഞ്ഞ അഴിമതി ആരോപണങ്ങൾ, ഞാൻ ശ്രീ ഏലിയാസ് ജോണിനോട് ചോദിക്കാൻ വന്നത് അദ്ദേഹം തിരുവനന്തപുരംകാരനാണോ എന്നാണ്. അങ്ങനെ ആയിരുന്നെങ്കിൽ അദ്ദേഹം ഇപ്പൊ കുറെ അഴിമതി ആരോപണങ്ങൾ പറഞ്ഞല്ലോ, അബോർട്ട് ചെയ്യാൻ ശ്രമിച്ച UDF-നെ പറ്റി. സാർ, ഈ സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് കരാറിൽ ഏർപ്പെട്ട ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ കടൽ കൊള്ള എന്ന് വിളിച്ച് അന്നത്തെ പാർട്ടി സെക്രട്ടറി സമരം ചെയ്യുമ്പോൾ വിവിധ ആവശ്യങ്ങൾ, ഇതിന് പരിസ്ഥിതി ഇത് കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് CPM-ഉം DYF-യും വിവിധ ഘട്ടങ്ങളിൽ സമരവുമായി ഇറങ്ങി പുറപ്പെട്ടു. അതിന്റെ ഭാഗമായി അങ്ങേപ്പോലുള്ള കുറെ സ്പോൺസേഡ് പരിസ്ഥിതി പ്രവർത്തകർ എന്ത് ചെയ്തു? കോടതിയെ സമീപിച്ചു. 8 തവണയാണ് ഉമ്മൻചാണ്ടി ഗവൺമെന്റിന് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ചെന്നൈ ട്രൈബ്യൂണലിലടക്കം പോയി അനുമതി നേടിയെടുക്കേണ്ടതായി വന്നത്. അത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് തന്നെ കിട്ടിയതുമാണ്. താങ്കളെ കുറിച്ച് വസന്തശ്രീക്ക് താങ്കൾ പറഞ്ഞ ഒരു പ്രസ്താവനയ്ക്ക് എലിയാസ് ജോൺ മറുപടി പറയുന്നത്, എനിക്കറിയേണ്ടത്, നിങ്ങൾ പറയുന്നു നിങ്ങൾ ഇടതുപക്ഷം സമരം ചെയ്തു, ഇത് നശിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറയുമ്പോൾ 140 ദിവസത്തെ സമരത്തിൽ ഏറ്റവും കൂടുതൽ ഊർജം നൽകിയത് ആരാണ്? പദ്ധതി നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടത് ആരാണ്? ഇവിടുത്തെ പ്രതിപക്ഷ നേതാവല്ലേ? പദ്ധതി നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടത്. ആ പ്രതിപക്ഷ നേതാവിനാണ് ഇന്ന് പദ്ധതിയിൽ പ്രവേശനം നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ കോലാഹലം ഉണ്ടാക്കുന്നത്. ഇത് ഇരട്ടത്താപ്പല്ലേ വസന്ത്? ഇരട്ടത്താപ്പല്ലേ? പദ്ധതി വേണ്ട, പദ്ധതി നിർത്തിവെക്കണം, പഠിക്കണം എന്നൊക്കെ പറഞ്ഞ ഒരു നിലപാടെടുക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഈ പുതിയ കുഞ്ഞിൻ്റെ ജന്മസമയത്ത് ഇത്രയും ആവേശം വരുന്നത്? പദ്ധതി വേണ്ടെന്നായിരുന്നില്ലേ നിങ്ങളുടെ നിലപാട്?
അതങ്ങനെയാണ് നിങ്ങൾക്ക് വസന്ത് മറക്കാൻ പറയട്ടെ, പറ്റുക? വസന്ത് പറയട്ടെ. കാരണം വസന്തിന് സംസാരിക്കണമെന്നാണ്, സംസാരിക്കാൻ അനുവദിക്കുന്നത്. അതെങ്ങനെയാ വസന്തിന് വസന്ത് മറക്കാൻ പറയൂ, പറ്റുക? വസന്ത് പറയൂ. വസന്ത് പറഞ്ഞിട്ട് കൃത്യമായ മറുപടി ഏലിയാസ് ജോണിന് പറയാനുണ്ട്, CM വിജയകുമാറിന് പറയാനുണ്ട്. ശ്രീ ഏലിയാസ് ജോൺ ഇരട്ടത്താപ്പ് അങ്ങാണ് കാണിക്കുന്നത്. 1.5 മണിക്കൂർ അങ്ങയുടെ പ്രഭാഷണം കേട്ടിരുന്ന ഞാൻ സംസാരിച്ചു തുടങ്ങി അതിന്റെ 2ാമത്തെ മിനിറ്റിൽ തന്നെ ഇടപെടുന്നത് അതാണ് ഡിബേറ്റ്. അതാണ് വസന്ത് പറയട്ടെ, വസന്ത് പറയട്ടെ, വസന്ത് പറഞ്ഞു തീരട്ടെ. പ്രേക്ഷകർ തെറ്റ് മനസ്സിലാക്കും. അങ്ങനെ പാടില്ല, ശരിയേ മനസ്സിലാക്കാവുള്ളൂ. പറയും അത് അദ്ദേഹത്തിന്റെ പ്രഭാഷണം കേൾക്കാനാണ് വിളിച്ചെങ്കിൽ ചർച്ചയ്ക്ക് വിളിക്കേണ്ട കാര്യമില്ല. വസന്ത് താങ്കൾ പറയും, താങ്കളുടെ വാദങ്ങൾ പറയൂ, അതിനുശേഷം അദ്ദേഹം മറുപടി പറയും കൃത്യമായി. വളരെ പെട്ടെന്ന് ഒരു അസത്യം പറഞ്ഞപ്പോൾ ഇടപെട്ടു, അത് സ്വാഭാവികമായും സംഭവിച്ചു പോകുന്നതാണ്. അത് കഴിഞ്ഞ 30 വർഷമായിട്ട് എന്റെ ഒരു ശീലമായി പോയി, ക്ഷമിക്കുക. വസന്ത് പറയാം. ശ്രീ ഏലിയാസ് മറുപടി പറയാതെ പോയില്ലെന്നേ. അങ്ങേക്ക് എന്നെ അറിയത്തില്ല. ശ്രീ സിജുനോട് ചോദിച്ചാൽ മതി. ചർച്ച നീട്ടിക്കൊണ്ട് പോയാലും മറുപടി പറയാതെ ഒളിച്ചോടുന്ന ആളല്ലേ. സമയം തരൂ, ഒന്ന് വഴങ്ങൂ, അങ്ങ് കേൾക്കാൻ മനസ്സ് കാണിക്കൂ. അങ്ങ് പറഞ്ഞ അഴിമതി ആരോപണങ്ങൾ, ആ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് അങ്ങും ശ്രീ പിണറായി വിജയനും ഇപ്പൊ ശ്രീ വിജയരാഘവൻ അടക്കമുള്ളവർ പറഞ്ഞ അഴിമതി ആരോപണങ്ങളുമായി വിജയകുമാർ തുറന്നോളൂ വസന്ത്. പേര് 2 പ്രാവശ്യം താങ്കൾ തെറ്റിച്ചു പറഞ്ഞോളൂ. പേര് 2 പ്രാവശ്യം തെറ്റായി പറഞ്ഞു, അത് ശരിയല്ല. ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവിധ സമരങ്ങൾ അന്നുണ്ടായിട്ടുണ്ട്, അങ്ങ് കാണുന്നില്ലേ? അന്ന് CPM-ന്റെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ വിവിധ സമരങ്ങൾ ഉയർന്നു വന്നിട്ടില്ലേ? ഇതുമൊക്കെയായി ബന്ധപ്പെട്ട് CNDG-യുടെ റിപ്പോർട്ടിന്റെ പുറത്താണ് അന്ന് ഇന്നത്തെ നിങ്ങളുടെ ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ അധ്യക്ഷനായിട്ടുള്ള ഇന്നത്തെ രാജ്യസഭ എം പി കൂടിയായിട്ടുള്ള ശ്രീ റിയാസിന്റെ നേതൃത്വത്തിൽ പരാതി നൽകപ്പെടുന്നത്, റഹീമിന്റെ നേതൃത്വത്തിൽ പരാതി നൽകപ്പെടുന്നത്. നോക്കൂ, അദ്ദേഹം ആ പരാതിയുമായി മുൻപിട്ട് പോകുന്നതിന് മുമ്പ് അദ്ദേഹം ഫേസ്ബുക്കിൽ ഇടുന്ന പോസ്റ്റാണ്, വിഴിഞ്ഞം തുറമുഖം സംസ്ഥാനത്തിന് നഷ്ടക്കച്ചവടമാണ് എന്ന് CNDG കണ്ടെത്തിയിരിക്കുന്നു. അഴിമതി മാത്രമാണ് ഉമ്മൻചാണ്ടിയുടെ താല്പര്യം. അന്വേഷണം വേണം. അന്വേഷണം ഉണ്ടായോ? ഉണ്ടായി. എപ്പോഴുണ്ടായി? ഉമ്മൻചാണ്ടി ഗവൺമെന്റ് മാറുന്നു. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് മാറിയതിനു ശേഷം നിങ്ങളുടെ സർക്കാർ, അതായത് പിണറായി വിജയന്റെ സർക്കാർ അധികാരത്തിൽ വരുന്നു. പിണറായി വിജയന്റെ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഒരു പ്രത്യേക ജുഡീഷ്യൽ കമ്മീഷനെ പ്രഖ്യാപിക്കുന്നു, CN രാമേന്ദ്രൻ കമ്മീഷൻ. ആ കമ്മീഷൻ എറണാകുളത്ത് മാത്രമാണ് സിറ്റിംഗ് നടത്തിയെന്ന് പറഞ്ഞ അങ്ങേപോലുള്ള ചില പരിസ്ഥിതി പ്രവർത്തകർ, അങ്ങ് പരിസ്ഥിതി പ്രവർത്തകനാണെന്ന് എനിക്കറിയില്ല, അങ്ങേപോലുള്ള ചില മാധ്യമ പ്രവർത്തകർ അടക്കമുള്ളവർ അതിൽ എതിർപ്പ് പ്രകടിപ്പിക്കുന്നു. ഈ പദ്ധതി പ്രദേശം തിരുവനന്തപുരത്താണ്, അതുകൊണ്ട് സിറ്റിംഗ് തിരുവനന്തപുരത്ത് വേണമെന്ന് പറയുന്നു. ആ സിറ്റിംഗ് കൊടുക്കാം എറണാകുളത്ത് മാത്രമല്ല തിരുവനന്തപുരത്തും നടത്താൻ കമ്മീഷൻ തയ്യാറെടുക്കുന്നു. ഞാൻ അതിനെ അംഗീകരിക്കണം, നല്ല കാര്യം. പക്ഷെ അവിടെ ഒരു മൊഴി കൊടുക്കാൻ പോലും LDF-ന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ പോയിട്ട് ഡിവൈഎഫ്ഐയുടെ ഒരു യൂണിറ്റ് സെക്രട്ടറി പോലും പോയില്ല. എന്താ, അഴിമതി ആരോപണം ഇല്ലായിരുന്നോ? അതുകൊണ്ടാണ് ഞാൻ അങ്ങ് സംസാരിച്ചപ്പോൾ ഇടപെട്ട് അങ്ങ് തിരുവനന്തപുരംകാരനാണോ എന്ന് ചോദിച്ചത്. കൊച്ചിയിൽ മാത്രം സിറ്റിംഗ് നടത്തിയാൽ പോരാ, അഴിമതിയെ പറ്റി ഞങ്ങൾക്ക് പറയണം, അതുകൊണ്ട് തിരുവനന്തപുരത്തും സിറ്റിംഗ് വേണമെന്ന് പറഞ്ഞ് തിരുവനന്തപുരത്ത് സിറ്റിംഗ് നടത്തിച്ച നിങ്ങൾ എന്തുകൊണ്ടാണ് ആ അഴിമതി ആരോപണത്തെ പറ്റി ആ കമ്മീഷന് മുമ്പാകെ പോയി ഒരു വാക്ക് പറയാൻ പോകാഞ്ഞത്? ഒരു മൊഴി കൊടുത്താൽ പോരായിരുന്നോ? ഒരു 164 കൊടുക്കാൻ എന്താണ് തയ്യാറാവാതിരുന്നത്? ഒടുക്കം ആ കമ്മീഷൻ കണ്ടെത്തുന്നു, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഏർപ്പെട്ട കരാറിന്മേൽ യാതൊരു അഴിമതി സാധ്യതയുമില്ല. ഒരു അഴിമതിയുടെ കണിക പോലും ആ കരാറിന്മേലില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഉമ്മൻചാണ്ടിയുടെ കണ്ണീരും വിയർപ്പുമാണ് വിഴിഞ്ഞം എന്ന് ഞങ്ങൾ പറയുന്നത്. അല്ല, ശ്രീ വസന്ത് സുരേഖ്, താങ്കൾ പറഞ്ഞത് വികാരം മനസ്സിലാകുന്നുണ്ട്. താങ്കൾ പറഞ്ഞ തുടക്കത്തിൽ തന്നെ ഉന്നയിച്ച ഈ കടൽക്കൊള്ള വിഷയം ദേശാഭിമാനി പത്രം ഉയർത്തിക്കൊണ്ട് വന്നത് ചോദ്യങ്ങൾ ഏലിയാസ് ജോണിനോട് ആയിരുന്നുവെങ്കിലും ഇതിന് മറുപടി പറയേണ്ടത് M വിജയകുമാർ തന്നെയാണ്. കാരണം വസന്ത് സുരേഖിൻ്റെ പ്രഭാഷണത്തിൽ ഉടനീളം നിറഞ്ഞു നിന്നത് CPM-നെയും LDF നേതാക്കൾക്കെതിരെയുമാണ്. അന്ന് മൊഴി കൊടുക്കാത്തതിൻ്റെ അടക്കമുള്ള വിഷയങ്ങൾ, ആ റഹീം പറഞ്ഞ വിഷയങ്ങളിലടക്കം ഇത് സംസ്ഥാനത്തിന് നഷ്ടക്കച്ചവടമാണ് എന്ന് പറഞ്ഞത് അന്ന് വളരെ കൃത്യമായിരുന്നു. ഈ കരാറിൻ്റെ വ്യവസ്ഥകൾ അങ്ങനെ തന്നെയായിരുന്നുവാണ് എൻ്റെ ഓർമ്മ. കാരണം അന്ന് ഈ കരാറിൽ നിന്ന് പിന്മാറിയാൽ ഒരുപക്ഷെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ സംസ്ഥാനം അപമാനിക്കപ്പെടുന്ന ഒരു സാഹചര്യം. പക്ഷേ ഇത് സംസ്ഥാനത്തിൻ്റെ വികസനത്തിൽ എങ്ങനെയൊക്കെ മുതൽക്കൂട്ടാകുമെന്നുള്ള ധാരണ ഇവിടുത്തെ LDF നേതാക്കൾക്ക് ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു ധാരണ. അങ്ങനെയല്ലേ ശ്രീ M വിജയകുമാർ? അന്നത്തെ കരാർ നോട്ടീസിൽ പിന്മാറാൻ സാധിക്കുമായിരുന്നു പുതിയ ഗവൺമെന്റിന്. ആ കരാറിൻ്റെ പശ്ചാത്തലം പരിശോധിച്ചാൽ തന്നെ അറിയാം, ആ കരാറ് സുതാര്യമായൊരു കരാറായിരുന്നില്ല. കാരണം അന്ന് അതിന് ഉമ്മൻചാണ്ടി സർക്കാരിന് മുമ്പുണ്ടായിരുന്ന LDF സർക്കാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ, ശ്രീ ഏലിയാസ് ജോൺ സൂചിപ്പിച്ചതുപോലെ ഒരു സർവകക്ഷി യോഗം വിളിച്ച്
ഈ തുറമുഖ നിർമ്മാണം നിർബന്ധമായും നമുക്ക് നടപ്പിൽ വരുത്തുക എന്ന ലക്ഷ്യം മാത്രം വെച്ചുകൊണ്ട് ഇതിൻ്റെ പദ്ധതിക്ക് ഒരു പുതിയ സമീപനം സ്വീകരിച്ചു നയപരമായിട്ട്. കാരണം ഇതിനെ PPP ആയിട്ടോ BOT ആയിട്ടോ മുന്നോട്ട് പോകാനാവില്ല, ഒരിക്കലും ഇത് യാഥാർത്ഥ്യമാവില്ല എന്ന് കണ്ടുകൊണ്ടാണ് ലാൻഡ് ലോഡ് പോർട്ട് എന്ന ആശയം അത് കൊണ്ടുവന്നത്. എങ്ങനെയാണ്? ഇൻ്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ എന്ന ഒരു അന്തർദേശീയ സ്ഥാപനത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ട്, അവരാ പറഞ്ഞത് ഈ വിഴിഞ്ഞം യാഥാർത്ഥ്യമാകേണ്ടതാണ് എന്നേ, ഒരു 50 വർഷത്തിന് മുമ്പ് യാഥാർത്ഥ്യമാകേണ്ടതാണ്. ഇതിനെല്ലാം ഉള്ള പ്രധാന ഉത്തരവാദിയാണ് ഇവിടെ വന്ന് ഈ കേസിൻ്റെ കാര്യവും പറഞ്ഞ് ഈ സമയം അപഹരിക്കുന്നത്. ഇത് യാഥാർത്ഥ്യമാകണമെങ്കിൽ ഒരു മാർഗമേ ഉള്ളൂ, ഇത് PPP ആയിട്ട് പോയാൽ യാഥാർത്ഥ്യമാവില്ല. ഈ തുറമുഖ നിർമ്മാണം സർക്കാർ തന്നെ ഏറ്റെടുക്കണം. അതിൻ്റെ നടത്തിപ്പ് ഒരിക്കലും സർക്കാരിനാവില്ല. അത് ഒരു ഇൻ്റർനാഷണൽ ടെൻഡറിലൂടെ, ഗ്ലോബൽ ടെൻഡറിലൂടെ അത് കമ്പനികളെ ഏൽപ്പിക്കണം. ഇതൊരു സർവകക്ഷി യോഗത്തിൻ്റെ ഏകകണ്ഠമായ ശ്രീ ഉമ്മൻചാണ്ടി സാർ ഉൾപ്പെടെയുള്ളവരുടെ എല്ലാവരുടെയും കൂടി തീരുമാനമാണ്, എല്ലാവരെയും വിളിച്ചു ചേർത്ത യോഗത്തിൻ്റെ തീരുമാനമാണ്. ആ തീരുമാനമെടുത്തിട്ടാണ് മുന്നോട്ട് പോയത് ആ സർക്കാർ. അതിനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു. അടുത്ത വർഷത്തെ ബഡ്ജറ്റിൽ 450 കോടി രൂപ ഡോക്ടർ തോമസ് ഐസക്ക് അതിനുവേണ്ടി അനുവദിച്ചു. 120 ഹെക്ടർ സ്ഥലം 250 ഏക്കർ അക്വയർ ചെയ്തത് ആ LDF സർക്കാരിൻ്റെ കാലത്താണ്. അതിൻ്റെ റെയിൽ കണക്ടിവിറ്റി, റോഡ് കണക്ടിവിറ്റി, വാട്ടർ സപ്ലൈ, ഇലക്ട്രിസിറ്റി, ഇതെല്ലാം അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് വിഴിഞ്ഞ പദ്ധതി തന്നെ അതിൻ്റെ രൂപരേഖ തന്നെ പുതിയ രൂപത്തിലാക്കി. എങ്ങനെ? അതിന് ഫസ്റ്റ് ഫേസ്, സെക്കൻഡ് ഫേസ്. ഫസ്റ്റ് ഫേസ് 2010 10 ഓഗസ്റ്റ് 11 അന്നത്തെ സർക്കാർ LDF സർക്കാർ അതിൻ്റെ ഉദ്ഘാടനം തന്നെ നിർവഹിച്ചു. എന്നിട്ടാണ് ഇപ്പോൾ പുതിയ പിതൃത്വവുമായിട്ട് വരുന്നത്. എന്താണ് എനിക്കത് മനസ്സിലാകുന്നില്ലെന്ന് ഞാൻ സൂചിപ്പിച്ചു. അത് 2010 ഒന്നാം ഘട്ടത്തിൻ്റെ ഉദ്ഘാടനം തന്നെ നടന്നു കഴിഞ്ഞ ഒരു പദ്ധതിയാണിത്. അതിനുശേഷമാണ് നാടകീയമായിട്ട്, നിഗൂഢമായിട്ട് ഉമ്മൻചാണ്ടി സർക്കാർ എവിടെ ആലോചിച്ചു, ആരോടാലോചിച്ചു? അത് വലിയ വിഷയമാണ്, അത് ഗൗരവപ്പെട്ടൊരു വിഷയമാണ്. അത് വാസ്തവത്തിൽ UDF എന്ന നിലയിലോ കോൺഗ്രസ് ഐ എന്ന നിലയിലോ ഒരു അന്വേഷണം നടത്തേണ്ട വിഷയം കൂടിയായിരുന്നു. അതിനെ ഈ രൂപത്തിൽ PPP ആക്കി. എവിടെയും ആലോചിച്ചില്ല, ആരോടും ആലോചിച്ചില്ല, സർക്കാർ ആലോചിച്ചില്ല, ക്യാബിനറ്റ് ആലോചിച്ചില്ല. ഇങ്ങനെ എവിടെയെങ്കിലും ഒരു കേട്ടുകേഴ്വിയുണ്ടോ? അങ്ങനെയാണ് PPP ആക്കിയിട്ട് ഇതിനെ ടെൻഡറിലേക്ക് ടെൻഡർ എന്ന് പറയുന്നതിലൊന്നും അർത്ഥമില്ല. ഒരു കമ്പനിക്ക് ഇത് ഏൽപ്പിച്ചു. ആ ഏൽപ്പിച്ചത് എന്താ? ആ ഏൽപ്പിച്ചത് നമ്മുടെ താല്പര്യങ്ങൾ നിഗനിക്കുന്ന ഒരു കരാറിൽ കൂടെയാണ്. ആ കരാറെന്ന് പറയുന്നത് സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾ നിഗനിക്കുന്ന ഒരു കരാർ. സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങളെന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തിന് ഒരു അവകാശവും ഭാവിയിൽ ലഭിക്കാനിടയില്ലാത്ത രൂപത്തിലുള്ളൊരു കരാർ. ആ കരാറെന്ന് പറഞ്ഞാൽ നമുക്ക് കേട്ടാൽ ഞെട്ടിപ്പോകും. വാസ്തവത്തിൽ ആ കരാറെന്ന് പറയുന്നത് സംസ്ഥാനത്തിന് യാതൊരു പ്രയോജനവും ഈ PPP ആയിട്ട് തന്നെ ചെയ്താൽ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഒരു വ്യവസ്ഥ, അതിനൊരു കൺസെഷൻ പീരീഡ് കൊടുക്കും. BOT ആയിട്ട്, ബിൽഡ് ഓപ്പറേറ്റ് ട്രാൻസ്ഫർ. അതിന് കൺസെഷൻ പീരീഡ് എന്ന് പറയുന്നത് 30 വർഷമാണ്. അതുവരെ ഇന്ത്യയിൽ അതേ ഉണ്ടായിരുന്നുള്ളൂ. ഈ കരാറിൽ എന്താ? ശ്രീ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെ കരാറെന്ന് പറയുന്നത് 30 വർഷം ആദ്യം കൊടുക്കും, പിന്നെ 30 വർഷം കൂടെ നീട്ടിക്കൊടുക്കും, വേണ്ടി വന്നാൽ നെഗോഷിയേറ്റ് ചെയ്ത് വീണ്ടും നീട്ടും എന്ന് പറഞ്ഞാൽ ആജീവനാന്തം കേരളമുള്ള കാലം മുഴുവൻ അതൊരു സ്വകാര്യ തുറമുഖമായിട്ട് നിലനിൽക്കും. അങ്ങനെ ഒരു കരാറുണ്ടോ? അങ്ങനെ നിരവധി കാര്യങ്ങൾ. അതുപോലെ തന്നെ ഏറ്റെടുത്ത സ്ഥലമുണ്ടേ, 250 ഏക്കർ സ്ഥലം ഏറ്റെടുത്തത് റിയൽ എസ്റ്റേറ്റ് പർപ്പസിന് വേണ്ടി കൊടുക്കും. അങ്ങനെ സംസ്ഥാനത്തിന് അങ്ങേയറ്റം എതിരായിട്ടുള്ള ഒരു കരാറാണെന്ന് ഉണ്ടാക്കിയത്. അതിനെ ചൂണ്ടിക്കാണിച്ചതാണ്. അതാണിപ്പോൾ വലിയ വിഷയമായിട്ട്, വിവാദമായിട്ട് അവിടെ കേസ് കൊടുത്തു. ലോകായുക്ത CNDAGയിൽ പോയി അവിടെ സിറ്റിംഗ്. ഇതൊക്കെ ഒരു പ്രതിപക്ഷം എന്ന നിലയിൽ പ്രാഥമികമായി ചെയ്യേണ്ട കാര്യമാണ്, ചെയ്തേ മതിയാവൂ. അത് മാത്രമാണ് ചെയ്തത്. വാസ്തവത്തിൽ ആ തുറമുഖത്തിൻ്റെ നിർമ്മാണം ശരിയായ രൂപത്തിൽ സംസ്ഥാനത്തിന് ഗുണകരമായ, സംസ്ഥാനത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കുന്ന രൂപത്തിലുള്ള നടപടികൾ അന്ന് സ്വീകരിച്ചതുകൊണ്ട് കൂടിയാണ് ഇന്ന് ഇത് യാഥാർത്ഥ്യമാകുന്നതെന്ന് മനസ്സിലാക്കണം. ബോധ്യപ്പെട്ടു. കാരണം ഒരുപക്ഷെ ഈ ചർച്ചയുടെ ഒരു വിഷയം ഈ ക്രെഡിറ്റ് ആർക്ക് എന്നതിലേക്ക് കൊണ്ടുപോകണമെന്ന് തുടക്കത്തിൽ പോലും ഞാൻ ഉദ്ദേശിച്ചിരുന്നില്ല. പക്ഷേ വസന്ത് സിരിയക്ക് അടക്കമുള്ളവർ വളരെ കൃത്യമായി വന്നിരുന്ന നുണകൾ പറയുകയാണെന്ന് പറയേണ്ടി വരുന്നുണ്ട് വസന്ത്. കാരണം
ഇതിനകത്ത് ചോദ്യം ചോദിച്ച 2-3 വിഷയങ്ങളുണ്ട്. എം വി ജയകുമാർ അടക്കം ചോദിച്ചത് ഈ PPP മോഡൽ എന്ന് പറയുന്നത് എങ്ങനെ വളരെ പെട്ടെന്ന് പാർട്ടി അറിയാതെ മന്ത്രിസഭ അറിയാതെ വന്നു എന്നുള്ളത്, കോൺക്രീറ്റ് ആയിട്ട് എന്താണ് നിങ്ങൾ ചെയ്തതെന്നുള്ളൊരു ചോദ്യം ഇവിടെ ഉയരുകയാണ്. ഒരു കല്ലിട്ടതുകൊണ്ട് കാര്യമാകുന്നില്ല എന്ന് തന്നെയാണ് ഈ ചർച്ചയിൽ ഉടനീളം ഏലിയാസ് ജോൺ ആയാലും എം വി ജയകുമാർ ആയാലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ കള്ളത്തരങ്ങൾ പറഞ്ഞ് ഒരു നിങ്ങളുടെ പാർട്ടി നേതാക്കൾ എടുക്കുന്ന ഒരു പൊതുബോധ നിർമ്മിതി ഉണ്ടാക്കാൻ ശ്രമം നടത്തുന്നുണ്ട്. ആ അന്നത്തെ പത്രം ദേശാഭിമാനി പൊക്കി പിടിച്ചുകൊണ്ട് വരികയാണ്. എന്താണ് പറയുന്നത്? കടൽ കൊള്ളയാണെന്ന് പറയുന്നു. കടൽ കൊള്ള എന്ന് പറഞ്ഞിട്ട് എങ്ങനെ കടൽ കൊള്ള? കടൽ കൊള്ള എന്ന് പറഞ്ഞ് ഒരിക്കലും CPM ഓ LDF സർക്കാരോ ഈ പദ്ധതി വേണ്ടെന്ന് ഒരിക്കലും ഇവിടുത്തെ പറഞ്ഞില്ല. ഇന്നിവിടെ സംസാരിച്ച ഏലിയസ് ജോൺ ആയാലും എം വി ജയകുമാർ ആയാലും അവതരിപ്പിച്ച വിഷയം ഇതാണ്. അന്നത്തെ കരാറിലെ വ്യവസ്ഥകൾ സംസ്ഥാന താല്പര്യത്തിന് വിരുദ്ധമായിരുന്നു, അതായിരുന്നു എന്ന് പറഞ്ഞ് നഷ്ടക്കച്ചവടമെന്നോ കടൽ കൊള്ളയെന്നോ പറഞ്ഞതൊക്കെ ശരിയാണ്. പക്ഷേ പദ്ധതിയുടെ യാഥാർത്ഥ്യമായില്ലേ? ഈ പദ്ധതി കേരളത്തിന് ഗുണപ്പെടുന്നതല്ലേ? അതിനൊപ്പം നിൽക്കുകയല്ലേ നിങ്ങൾ വേണ്ടത്? വീണ്ടും വന്നതാണെന്ന് പറയുകയാണ്. വീണ്ടും സംസാരിച്ചില്ലെങ്കിൽ പോലും പറയുകയാണ്. എന്താണ് ഈ പിതൃത്വത്തിൻ്റെ കാര്യവുമായിട്ട് വീണ്ടും പറഞ്ഞു വരുന്നത്? നിങ്ങൾക്ക് ഈ പറഞ്ഞ ചോദ്യങ്ങൾക്ക് കൃത്യമായി എന്താണ് കോൺക്രീറ്റ് ആയിട്ട് ചെയ്തത് നിങ്ങൾ? എനിക്കൊരു ഒരു മിനിറ്റ്. ശ്രീ സിജു അല്ല, ഇനി അദ്ദേഹത്തിന് 1 മിനിറ്റ് കൊടുത്തോളൂ. അദ്ദേഹത്തിന് കൂടെ കൂട്ടി ഉത്തരം പറഞ്ഞേക്കാം. സമയം തന്നാൽ ശരി. അലിയാസ് താങ്കൾ പറയും, അതും കൂടി കേട്ടിട്ട് അദ്ദേഹം മറുപടി പറയും. അല്ല, വസന്ത് എന്നോട് ചോദിച്ചത് നിങ്ങൾ തിരുവനന്തപുരത്തുകാരാണോ, നിങ്ങൾ ഈ പറയുന്ന രാമചന്ദ്രൻ കമ്മിറ്റിയുടെ മുമ്പാകെ വല്ല മൊഴി വല്ലതും കൊടുത്തോന്ന് ചോദിച്ചാൽ, ഞാൻ തിരുവനന്തപുരത്തുകാരനാണ്. തിരുവനന്തപുരത്ത് ഇരുന്നിട്ട് എറണാകുളത്തോട്ട് യാത്ര ചെയ്ത് ഞാൻ ഈ കമ്മിറ്റിയിൽ പോയി മൊഴി കൊടുത്ത് രേഖപ്പെടുത്തി വെച്ചിട്ട് അനുകൂലമായ അദ്ദേഹം റിപ്പോർട്ട് എഴുതുന്നതിന് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ അതിനകത്ത് കുഴപ്പമുണ്ടെന്നാണ് എഴുതി കൊടുത്തത്. പക്ഷേ കമ്മീഷൻ വേറൊരു വിധത്തിൽ വരുമ്പോൾ പിന്നെ എന്താ കമ്മീഷൻ അംഗീകരിക്കുക, വേറെ എന്താ ചെയ്യാൻ പറ്റുക? ഇത് മാത്രമാണ് എനിക്കൊന്ന് ബോധ്യപ്പെടുത്താനുള്ളത്. ശരി, താങ്കൾ പറഞ്ഞു. വസന്ത് പറയാം. അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കി മൊഴി കൊടുത്തു എന്ന് പറയുകയും ചെയ്തു. പറയാം താങ്കൾക്ക്. വസന്ത് ശ്രീ, അദ്ദേഹത്തിന്റെ മൊഴി വിശ്വാസയോഗ്യമല്ല എന്ന് കമ്മിറ്റി കണ്ടു. ഏത് കമ്മിറ്റി കണ്ടു? ഏത് കമ്മീഷൻ കണ്ടു? ജുഡീഷ്യൽ കമ്മീഷൻ കണ്ടു. ഏത് ജുഡീഷ്യൽ കമ്മീഷൻ? ഇച്ചിരി മുമ്പ് അദ്ദേഹം വാഴ്ത്തിപ്പാടിയ പിണറായി വിജയൻ സർക്കാരിന്റെ നേതൃത്വത്തിൽ അവർ നിയോഗിച്ച കമ്മീഷൻ കണ്ടു. അത് എന്റെ കുറ്റമാണോ? ശ്രീ ഏലിയാസ് ജോൺ? അല്ലല്ലോ. അത് പോട്ടെ, എനിക്ക് അദ്ദേഹവുമായിട്ട് കുറ്റവും കുറവുപോലെ പറഞ്ഞത് നിങ്ങൾ ഞാൻ തിരുവനന്തപുരത്തുകാരനാണോ, നിങ്ങൾ മൊഴി കൊടുത്തോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. താങ്കൾ ചോദിച്ച വസന്ത്, താങ്കൾ ചോദിച്ച കൃത്യമായ മറുപടി പറഞ്ഞു. താങ്കൾക്ക് ഇതിന്റെ ഈ കാര്യങ്ങളിലേക്ക് വരെ എന്താണ് കോൺക്രീറ്റ് ആയിട്ട് ചെയ്തത്? നിങ്ങൾ ഈ പിതൃത്വം ഏറ്റെടുക്കാൻ വരുമ്പോൾ നിങ്ങൾ ചെയ്തതാണെന്ന് പറയൂ. ബിജു, അദ്ദേഹം എനിക്ക് ഉത്തരം പറഞ്ഞു, അദ്ദേഹത്തിന് കൃത്യമായി ഞാൻ ഉത്തരം പറഞ്ഞു. അദ്ദേഹത്തിന്റെ മൊഴി അദ്ദേഹം മാത്രമാണ് പോയെങ്കിൽ ഏത് നേതാവാണ് CPM-ന്റെ പോയെന്നേ? ദേശാഭിമാനിയുടെ ഏതെങ്കിലും പ്രാദേശിക ലേഖനെങ്കിലും പോയിട്ടുണ്ടോ? ഞാൻ അങ്ങനെ വെല്ലുവിളിക്കുകയാണ്. 2 ശ്രീ എം വി ജയകുമാർ അടക്കം ഇതിന്റെ പുറത്തുള്ള അഴിമതി എന്ന് പറയുന്നു. അദ്ദേഹം പറയുന്നു ഞങ്ങൾ ചൂണ്ടിക്കാണിച്ച പ്രശ്നങ്ങൾ. സാർ, ഈ ചൂണ്ടിക്കാണിച്ച പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് കോടതി കയറി ഈ കേസ്, ഈ വിഴിഞ്ഞം അന്ന് കോടതി കയറിയ സമയത്ത് അതിനെ ഡിഫെൻഡ് ചെയ്തത് ഉമ്മൻചാണ്ടി സർക്കാരാണ്. അന്ന് സുപ്രീം കോടതിയും നാഷണൽ ട്രൈബ്യൂണലുകളും സർക്കാരിന്റെ വാദമാണ് ശരിയെന്ന് കണ്ടില്ലേ? അപ്പോ സുപ്രീം കോടതി വിധിച്ച കേസിനകത്ത് നിങ്ങൾ പിന്നെ പറയാണ് അഴിമതിയുണ്ട്. സുപ്രീം കോടതി നാഷണൽ ട്രൈബ്യൂണലുകളും സർക്കാർ വാദമാണ്. അതായത് ഏത് സർക്കാർ? 2016 ഉണ്ടായിരുന്ന ഉമ്മൻചാണ്ടി സർക്കാർ. ആ സർക്കാർ വാദമാണ് ശരി എന്ന് കണ്ടു. അങ്ങനെ കണ്ടതുകൊണ്ടാണ് പദ്ധതി മുമ്പോട്ട് പോയത്. രണ്ടാമത് അദ്ദേഹം പദ്ധതിയുടെ കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. കരാറുമായി ബന്ധപ്പെട്ട് പുതിയ ഗവൺമെന്റ് വന്നാൽ 1 മന്ത് നോട്ടീസ് നൽകി പിന്മാറാം എന്നൊരു ക്ലോസ് ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് ഇത്ര സർവത്ര അഴിമതിയാണ് എന്ന് കണ്ടെങ്കിൽ നിങ്ങളുടെ സർക്കാർ എന്തുകൊണ്ട് പിന്മാറരുത്, മുമ്പോട്ട് പോകണം എന്ന നിലപാട് തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ഇതിന്റെ തുടക്കം അങ്ങ് പറയുന്നു ഏതെങ്കിലും ഒരു കല്ലിട്ടാൽ ഉടനെ അതിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ പറ്റുമോ? ഞങ്ങൾ പിതൃത്വം ഏറ്റെടുക്കണം എന്നല്ല പറഞ്ഞത്. ഞങ്ങൾ പറഞ്ഞത് ഈ പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം കരാറിൽ ഏർപ്പെടുക എന്നുള്ളതാണ്. പിന്നീട് ബാക്കിയൊക്കെ കരാർ പ്രകാരം നടക്കും. ആ കരാറിൽ ഏർപ്പെടാൻ വേണ്ടി സ്വപ്ന പദ്ധതിയായി UDF-ന്റെ സ്വപ്ന പദ്ധതിയായി അവതരിപ്പിച്ച് നടപ്പിലാക്കാൻ DYFI അടക്കമുള്ളവർ പരാതിയും കേസുമായി നടന്ന കാലത്ത് അതിനെ ഡിഫെൻഡ് ചെയ്ത് ഒടുക്കം ആ അസ്ഥിവാരത്തിന്മേൽ 4 തൂണ് പടിഞ്ഞ് വിഴിഞ്ഞമെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി എടുത്ത ഉമ്മൻചാണ്ടി എന്ന മനുഷ്യൻ, ഞാൻ നേരത്തെ പറഞ്ഞ അദ്ദേഹത്തിന്റെ കണ്ണീരിലും വിയർപ്പിലും പണിതുയർത്താൻ ശ്രമിച്ച രണ്ടാം പ്രാവശ്യമാണ് പറഞ്ഞത് കണ്ണീരിലും വിയർപ്പിലും പണിതുയർത്തിയതാണെന്നുള്ളത്. ഈ കണ്ണീരിലും വിയർപ്പുമൊന്നും അന്നത്തെ ദേശീയ നേതാക്കൾക്ക്, കോൺഗ്രസ് നേതാക്കൾക്ക്, താങ്കളുടെ UPA സർക്കാരിന് തോന്നുകയും ചെയ്തിട്ടില്ല. പക്ഷേ താങ്കൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരേ വിഷയമാണ് കോടതി വിഷയങ്ങൾ, ട്രൈബ്യൂണൽ. വസന്ത്, ഇവിടെ പ്രശ്നം എന്താണ്?
കഴിഞ്ഞ 30 വർഷമായി ഒരു പദ്ധതി, വിഴിഞ്ഞം പദ്ധതി, 100 വർഷത്തിലധികം നമ്മൾ ചരിത്രം പറയുമ്പോൾ 1000 രാജാക്കന്മാരുടെ കാര്യമൊക്കെ പറയേണ്ടി വരുന്നുണ്ട്. വിഴിഞ്ഞം എന്ന് പറയുന്ന പദ്ധതി കേരളത്തിൽ വന്നേ പറ്റൂ, രാജ്യത്തിന് ഗുണകരമായ പദ്ധതി. ആ പദ്ധതിക്കായി ഇവിടെ CPM എടുത്ത എഫർട്ട് എന്താണ്? ഇവിടെ നിങ്ങളുടെ UDF സർക്കാരിൻ്റെ കാലത്ത് ഉമ്മൻചാണ്ടി എടുത്ത എഫർട്ട് എന്താണ്? അന്നുണ്ടാക്കിയ കരാർ സംസ്ഥാനത്തിന് വിരുദ്ധമായിരുന്നു, സംസ്ഥാന താല്പര്യത്തിന് വിരുദ്ധമായിരുന്നു. അങ്ങനെ ആയിരിക്കുമ്പോൾ പോലും ഈ പദ്ധതി നടപ്പിലാക്കണമെന്ന് ഇച്ഛാശക്തിയോടുകൂടി അന്നത്തെ CPM, ഇന്നത്തെ LDF സർക്കാർ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ നിങ്ങൾ കൊണ്ടുവന്ന് വച്ച തുരങ്കങ്ങൾ പരവധിയാണ്. നിങ്ങളുടെ നേതാവ് K. സുധാകരൻ പറഞ്ഞില്ലേ, വിമോചന സമരത്തിന് തുല്യമായ സമരവുമായി രംഗത്ത് വരുമെന്ന്. നിങ്ങൾ അവിടെ മത്സ്യത്തൊഴിലാളികൾക്ക് ഇടയിൽ അടക്കം തന്നെ പിന്തിരിപ്പൻ നിലപാടുകളുമായി പോയതെല്ലാം ഈ കേരള സമൂഹം കണ്ടതാണ്. ഇങ്ങനെ നിങ്ങൾ ഈ മുട്ടാപ്പോക്ക് പറഞ്ഞുകൊണ്ട് പോയിട്ട് കാര്യമില്ല. ഈ പദ്ധതി നടപ്പിലാക്കിയതിൽ നിങ്ങൾക്ക് കണ്ണൂർ വിമാനത്താവളത്തിൽ എവിടെ നിന്നോ കൊണ്ടുവന്നൊരു വിമാനം ഓടിച്ച് കാണിച്ചതുപോലെ എന്തൊക്കെ കോലാഹലങ്ങളായിരുന്നു. നമ്മളിപ്പോൾ അത് വിഷയമല്ല. എന്നാൽ പോലും ശ്രീ M. വിജയകുമാർ, താങ്കൾക്ക് പറയാൻ കഴിയുന്നുണ്ട്. കാരണം വീണ്ടും വസന്ത് സിറിയൊക്കെ ചോദിക്കുകയാണ്, നിങ്ങളെന്താണ് ചെയ്തത്? എപ്പോഴും പറയുകയാണ് ഉമ്മൻചാണ്ടിയുടെ കണ്ണീരും ഉപ്പും വിയർപ്പുമാണ്. അത് തന്നെയാണോ വിഴിഞ്ഞം പദ്ധതി? ഇത് ഈ കഴിഞ്ഞ സർക്കാരിൻ്റെ അല്ലെങ്കിൽ പൊതുവിലെടുത്ത തീരുമാനം എല്ലാം അട്ടിമറിച്ചുകൊണ്ടാണല്ലോ ഈ ടെൻഡറിലേക്ക് പോയത്. നമ്മുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാതെ, കേരളത്തിൻ്റെ താല്പര്യങ്ങൾക്ക് ഒരു ഇടം കൊടുക്കാത്ത രൂപത്തിലുള്ള കരാറാണ്. അതിനെ അഴിമതി എന്നല്ലാതെ എന്താ പറയുക? അഴിമതി എന്ന് പറഞ്ഞാൽ ഡയറക്റ്റായിട്ടുള്ള അഴിമതി മാത്രമല്ലല്ലോ. നമ്മുടെ താല്പര്യം നമുക്ക് കിട്ടേണ്ട, കേരളത്തിന് മാത്രമല്ല ഇന്ത്യയുടെ ഏറ്റവും വലിയ വികസന പദ്ധതിയാണ്, സാമ്പത്തിക നേട്ടമുണ്ടാക്കുന്ന പദ്ധതിയാണ്. ആ കരാറാണ് നമുക്ക് ദോഷകരമായിട്ട് വന്നത്. ആ കരാറിൻ്റെ നിയമവശങ്ങൾ മാത്രമാണ് ഈ കമ്മീഷനൊക്കെ പരിശോധിച്ചത്, മറ്റു വശങ്ങളൊന്നും പരിശോധിച്ചിട്ടില്ല. നിയമവശം കാരണം അങ്ങനെയുള്ളൊരു കരാറുണ്ടായി കഴിഞ്ഞാൽ എപ്പോഴും കോടതിയിൽ പോയാൽ പോലും, കരാറിൽ എന്തെങ്കിലും ഉഭയകക്ഷി ചർച്ചയ്ക്ക് സ്കോപ്പ് ഉണ്ടെങ്കിൽ പോലും കോടതിയിൽ പോയാൽ ഒരിക്കലും സംസ്ഥാനത്തിന് നീതി ലഭിക്കില്ല. സംസ്ഥാനത്തിന് ഒരിക്കലും അനുകൂലമായൊരു വിധി ഉണ്ടാക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നിയമപ്രശ്നങ്ങളുടെ പേരിൽ മാത്രമാണ് ഈ കമ്മീഷൻ ഒരിക്കലും നിങ്ങൾക്ക് അതിനെ സംബന്ധിച്ച് അറിയാത്തതുകൊണ്ടാണ്, അതിൻ്റെ നിയമവശങ്ങളെ സംബന്ധിച്ച് അറിയാത്തത് കൊണ്ട് മാത്രമാണ് പറയുന്നത്. അങ്ങനെ ഒരു വകുപ്പ് ഉൾപ്പെടുത്തിയത് കൊണ്ട് മാത്രം അത് നിയമപരമായി നിലനിൽക്കില്ല, അത് മനസ്സിലാക്കണം. അപ്പോൾ ആ രൂപത്തിൽ ആ പദ്ധതി നിർബന്ധമായും പ്രാവർത്തികമാക്കണമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സർക്കാർ വീണ്ടും മുന്നോട്ട് പോയത് എങ്ങനെയാണ്? മുന്നോട്ട് പോയത് ഏറ്റവും പ്രതികൂലമായൊരു കാലാവസ്ഥയിലാണ്. 2016 സർക്കാർ വരുമ്പോൾ സർക്കാർ വന്ന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ദുരന്തങ്ങൾ ആരംഭിച്ചു. ആ 2016 തന്നെ 2017 നിപ്പ വൈറസ്, 2018 മഹാപ്രളയം, പിന്നെ തുടർ പ്രളയം 19, പിന്നെ കോവിഡ് പാൻഡമിക്. 5 വർഷവും പ്രതികൂലമായ സാഹചര്യം. ലോകത്ത് ഒരിക്കലും കേരളത്തിലോ ഇന്ത്യയിലോ ലോകത്തോ ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ആ സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് പോലും അതിനെ അതിജീവിച്ചുകൊണ്ട് ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോയെന്ന് മാത്രമല്ല സമയബന്ധിതമായി പൂർത്തിയാക്കാൻ ഇടയായത്. ആ സമയത്താണ് ഈ പദ്ധതിയെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യങ്ങൾ പറയാം, ന്യായമാണ്, എപ്പോഴും പറയാം, ഇനിയും പറയാം. പക്ഷേ അന്നെന്താ ഉണ്ടായത്? പദ്ധതി നിർത്തിവെക്കണം. പദ്ധതി നിർത്തിവെക്കുക എന്ന് വെച്ചാൽ പദ്ധതി അട്ടിമറിക്കുക എന്നതാണ്. ആ അട്ടിമറിക്ക് കൂട്ടുനിന്ന ആളാരാണ്? ഇന്നത്തെ പ്രതിപക്ഷ നേതാവ്, ഇന്നത്തെ KPCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ അതിന് കൂട്ടുനിന്ന് പരസ്യമായി. അതിന് വേണ്ടി വന്നാൽ വിമോചന സമരം തന്നെ നടത്തും. അതിനേക്കാൾ അപ്പുറം പിന്നെ ഒന്നും പറയാനൊരു വാക്കില്ല കേട്ടോ. പദ്ധതി അട്ടിമറിക്കാൻ വിമോചന സമരം തന്നെ ഞങ്ങൾ വീണ്ടും നടത്തും എന്ന് പ്രഖ്യാപിച്ചു KPCC പ്രസിഡന്റ്. അതൊക്കെ രേഖയിലുള്ള കാര്യങ്ങളല്ലേ, ഇപ്പോഴും ആർക്കെങ്കിലും നിഷേധിക്കാൻ പറ്റുമോ? അതിനെയും അതിജീവിച്ചു. എല്ലാവർക്കും ആശങ്കയായിരുന്നു പദ്ധതി നടക്കുമോ, നിന്നു പോവില്ലേ. അതിനെ കൂടി അതിജീവിച്ചുകൊണ്ട് പ്രതികൂലമായ എല്ലാ സാഹചര്യങ്ങളെയും അതിജീവിച്ചുകൊണ്ടാണ് ഒന്നാമത്തെ പിണറായി സർക്കാർ ഇതിനെ യാഥാർത്ഥ്യമാക്കാൻ മുന്നോട്ട് വന്നത്, അതിൻ്റെ തുടക്കം കുറിച്ചത്. ഇപ്പോൾ അത് പൂർത്തീകരണത്തിലേക്ക് കടക്കുകയാണ്. ചർച്ചയിലേക്ക് വരുമ്പോൾ ശ്രീ ഏലിയാസ് ജോൺ, ഇപ്പോൾ
അതിൻ്റെ ഒരു വശത്തെക്കുറിച്ച് നമ്മൾ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും വസന്ത് സിറിയക്ക് മറുപടി പറഞ്ഞില്ല. PPP മോഡൽ എങ്ങനെ വന്നു എന്നുള്ള കാര്യത്തിലൊക്കെ നമുക്ക് അത് നേരത്തെ തന്നെ വേഗമായി പറഞ്ഞു പോവുകയും ചെയ്തു. പക്ഷേ ഇവിടെ ഇപ്പോൾ ഇന്ന് അവർ ഉന്നയിച്ചിരിക്കുന്ന പ്രധാന ഒരു പ്രശ്നം പുനരധിവാസവുമായി ബന്ധപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. ഈ പദ്ധതി രൂപീകരണം കൊടുക്കുന്ന സമയത്ത് പുനരധിവാസം ഒരേ സമയം തന്നെ ഒരു ഇൻ്റർനാഷണൽ ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനൽ എന്ന അർത്ഥത്തിൽ വിഴിഞ്ഞത്തിൻ്റെ സാധ്യതകൾ, അതിൻ്റെ പരമാവധി സാധ്യതകൾ പ്രയോജനപ്പെടുത്തുക, അതിനായി പദ്ധതി തയ്യാറാക്കാം. അതോടൊപ്പം തന്നെ പ്രാധാന്യമുള്ളതാണ് പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളടക്കം പുനരധിവാസം. അന്ന് കേന്ദ്ര സർക്കാർ എനിക്ക് തോന്നുന്നു 8 കോടിയോ 9 കോടിയോ മറ്റോ ആണെന്ന് തോന്നുന്നു തുക വകയിരുത്തണമെന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ അത് 100 കോടി, ഇന്ന് മന്ത്രി തന്നെ നേരത്തെ പറഞ്ഞു 106 കോടി ഇതുവരെ അവിടെ ചെലവഴിച്ചു. ഒപ്പം തന്നെ അദാനി ഗ്രൂപ്പിൻ്റെ CSR ഫണ്ട് ഉപയോഗിച്ചുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു. എങ്ങനെയാണ് അവിടുത്തെ ഒരു പുനരധിവാസ പ്രവർത്തനങ്ങളെക്കുറിച്ച് താങ്കളുടെ വിലയിരുത്തൽ? അതിനു മുമ്പ് എനിക്ക് പുനരധിവാസം പറയുന്നതിന് മുമ്പ് നമ്മുടെ സുഹൃത്തിനോട് ഒരു ചരിത്രം ഒന്ന് ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട്. ഈ പ്രോജക്റ്റിന് വേണ്ടി വിഴിഞ്ഞമായാലും ഏതായാലും ഒരു പ്രോജക്റ്റിന് വേണ്ടി ഒരു മുഖ്യമന്ത്രി മാത്രമായിട്ട് എന്താണ് നിങ്ങൾ ഇത്രയും എടുത്ത് മഹത്വവൽക്കരിക്കുന്നത്? ഒരു കണ്ടിന്യൂവേഷൻ ഇല്ലേ? ഒരു UDF ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ അതിനു മുമ്പ് AK ആൻ്റണി ഇവിടെ ഭരിച്ചിരുന്നില്ലേ? അദ്ദേഹത്തിൻ്റെ കാലത്ത് എന്തായിരുന്നു ഈ വിഴിഞ്ഞം പ്രോജക്റ്റിനുള്ള അദ്ദേഹത്തിൻ്റെ സമീപനം എന്തായിരുന്നു? അദ്ദേഹവും മുഖ്യമന്ത്രിയായിരുന്നല്ലോ. ഇനി വെയിറ്റ് ഞാൻ പറയാം, അത് കഴിഞ്ഞ് ഞാൻ കേൾക്കാം. കേന്ദ്രത്തിലൊരു തിക്താനുഭവം ഉണ്ടായി UPA ഗവൺമെൻറ് കാലത്ത്. ഇവിടെ നിന്നൊരു ഉദ്യോഗസ്ഥൻ വിഴിഞ്ഞത്തിൻ്റെ ഫയലുമായിട്ട് അവിടെ ചെന്നപ്പോൾ അന്നത്തെ UPA ഗവൺമെൻറ്റിലെ TR ബാലു എന്ന് പറയുന്ന മന്ത്രി ഫിസിക്കലി വിഴിഞ്ഞത്തിൻ്റെ ഫയൽ വലിച്ചെറിഞ്ഞു. നിങ്ങൾക്ക് എന്നു മുതലാണ് വിഴിഞ്ഞം പ്രോജക്റ്റിൽ താല്പര്യം തുടങ്ങിയത്? എന്നു മുതലാണ് വിഴിഞ്ഞം വേണമെന്ന് തുടങ്ങിയത്? അങ്ങനെ ഒരു അനുഭവം ഒരാൾക്ക് മാത്രമായിട്ട് എങ്ങനെയാണ് വരിക? ഗവൺമെൻറ് തുടർച്ചയല്ലേ? എല്ലാ ഗവൺമെൻറ്റുകൾക്ക് ആ താല്പര്യം ഉണ്ടാവണ്ടേ? അങ്ങനെ താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ 30 വർഷം എടുക്കുമോ വസന്ത് ഒരു പ്രൊജക്റ്റ് പൂർത്തിയാക്കാൻ? ഇനി മത്സ്യത്തൊഴിലാളികളുടെ വിഷയം വരുന്നു. മത്സ്യത്തൊഴിലാളികളുടെ വിഷയത്തിൽ പുനരധിവാസം അല്ലെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട കോമ്പൻസേഷനിൽ തീർച്ചയായിട്ടും കൂടുതൽ പരിഗണന ഏത് ഗവൺമെൻറ് ആയാലും കൊടുക്കണമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം ഈ പ്രോജക്റ്റ്, ഇതുപോലുള്ളൊരു പ്രൊജക്റ്റ് വരുന്നത് സമൂഹത്തിലെ എല്ലാ ജനങ്ങളുടെയും ഒരു അപ്ലിഫ്റ്റ്മെൻ്റാണ് ഈ പ്രൊജക്റ്റിലൂടെ മുന്നിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു പരാതിക്കും ഇടവരാത്ത വിധത്തിൽ എല്ലാ ജനങ്ങൾക്കും, അവിടെ സ്റ്റേക്ക് ഹോൾഡേഴ്സായിട്ട് വരുന്ന ചിപ്പി തൊഴിലാളികളായാലും കമ്പവല തൊഴിലാളികളായാലും മത്സ്യത്തൊഴിലാളികളായാലും അവരെ എല്ലാം തൃപ്തികരമായ രീതിയിൽ പുനരധിവസിപ്പിക്കുന്ന പദ്ധതി വേണം യഥാർത്ഥത്തിൽ നടപ്പിലാക്കുവാൻ. അവിടെ എവിടെയെങ്കിലും വീഴ്ച ഉണ്ടെങ്കിൽ പ്രതിപക്ഷത്തിന് നിയമസഭയുണ്ടല്ലോ, നിങ്ങൾക്ക് എഴുതി കൊടുക്കാമല്ലോ, വിഴിഞ്ഞത്ത് ഇത്ര പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അവിടെ അവതരിപ്പിക്കാമല്ലോ. അതിനുവേണ്ടി ഒരു MP ഇത്രയും നല്ലൊരു സന്ദർഭത്തിൽ ഇറങ്ങിപ്പോവുകയാണോ വേണ്ടത്? അദ്ദേഹത്തിന് പാർലമെൻറ്റിൽ ഉന്നയിക്കാൻ ഒന്നാന്തരം വേദിയുണ്ടല്ലോ. തിരുവനന്തപുരത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് ഇപ്പോഴും കോമ്പൻസേഷൻ കൊടുത്തിട്ടില്ല. ഗവൺമെൻറ് ഇതിനകത്ത് ഇടപെടണം, ഗവൺമെൻറ് കോമ്പൻസേഷൻ അനുവദിക്കണം. അദ്ദേഹത്തിന് അവിടെ ആവശ്യപ്പെട്ടുകൂടെ? അപ്പോൾ ഒരു UDF എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന് ഒരു കാലത്തും കൺസിസ്റ്റൻ്റായിട്ട് വിഴിഞ്ഞം ഞാൻ എല്ലാ കാര്യത്തെക്കുറിച്ചൊന്നും പറയുന്നില്ല, വിഴിഞ്ഞം പ്രോജക്റ്റിനെ സംബന്ധിച്ച് ഒരു കൃത്യമായ ഒരു പോളിസി നയം ഇല്ലായിരുന്നു. ഓരോ ഘട്ടത്തിലും നിങ്ങൾക്ക് എതിർക്കേണ്ട സമയം വരുമ്പോൾ നിങ്ങൾ എതിർക്കും, വിട്ടുനിൽക്കണമെന്ന് തോന്നുമ്പോൾ നിങ്ങൾ വിട്ടുനിൽക്കും, ഞങ്ങളെ വിളിക്കണം, ഞങ്ങളെ സ്വീകരിക്കണം, ഞങ്ങളെയും കൂടെ ഉൾപ്പെടുത്തണം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത് തോന്നുന്നു. ഇതെല്ലാം പറയാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഡെമോക്രസിയിൽ എല്ലാവരും അനുവദിച്ച് തന്നിട്ടുണ്ട്. ഞാൻ പറയുന്നത് കടലാക്രമണം വിഴിഞ്ഞം പദ്ധതിയുമായി നേരിട്ട് യാതൊരു ബന്ധവുമില്ലെങ്കിൽ പോലും തിരുവനന്തപുരത്തെ തീരപ്രദേശത്തിൻ്റെ സംരക്ഷണം അത് അദാനിയുടെ CSR ഫണ്ടാണോ അല്ലെങ്കിൽ കേരള ഫണ്ടാണോ ഏത് ഫണ്ടെങ്കിലും ഉപയോഗപ്പെടുത്തി മത്സ്യത്തൊഴിലാളികളുടെ കുടുംബങ്ങൾ സംരക്ഷിക്കുവാനുള്ള നടപടികൾ വളരെ അടിയന്തരമായി സ്വീകരിക്കേണ്ടതാണ്. ഈ തീരപ്രദേശത്ത് തിരുവനന്തപുരം മാത്രമല്ല, അങ്ങ് കാസർഗോഡും കണ്ണൂരും എല്ലാ തീരങ്ങളിലും കടൽ കയറുന്നുണ്ട്. അമേരിക്കയിലെ സായിപ്പിൻ്റെ വീട് പോലും ഇടിഞ്ഞു വീഴുന്നുണ്ട്. പക്ഷെ അതൊന്നും ഇവിടെ പ്രശ്നമല്ല. ഇവിടെ പ്രശ്നം പിണറായി വിജയനാണ് വിഴിഞ്ഞത്തിന്റെ പരിസരത്തുള്ള വീടുകൾ മാത്രമേ ഉള്ളൂ. ഒരു സമയപരിമിതി മൂലം ഇടപെടുകയാണ്. വസന്ത് സിറിയക്ക് ഏലിയാസ് ജോൺ അവതരിപ്പിച്ച പ്രശ്നമുണ്ട്. അതായത് ഇതൊന്നും അല്ല അതിൻ്റെ ശരിയായ രീതി. ഈ പ്രശ്നങ്ങളുണ്ടെങ്കിൽ താങ്കളുടെ MP-ക്കടക്കം പറയാനുള്ള വേദികളുണ്ട്. അതിന് ഇങ്ങനെ കണ്ണിൽ പൊടിയിടുന്ന പോലെ കാര്യങ്ങൾ പറഞ്ഞു പോയിട്ട് കാര്യമില്ല. ജനങ്ങൾക്ക് ഇതെല്ലാം ബോധ്യപ്പെടുന്നു. വളരെ ചുരുക്കി ഒരു മറുപടി പറയും. വളരെ ചുരുക്കി പറയാം. രണ്ടാണ് പ്രശ്നം. ഒന്ന്, LDF ഇതിനു മുമ്പ് വിവിധ പദ്ധതികളിൽ നിന്ന് വിട്ടുനിന്നിട്ടുണ്ട്. അത് കൊച്ചി വിമാനത്താവളമാവട്ടെ, കൊച്ചി മെട്രോ ആവട്ടെ, കണ്ണൂർ വിമാനത്താവളമാവട്ടെ, ഒരുപാട് പദ്ധതികളിൽ നിന്ന് മാറി നിന്നിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഞങ്ങൾ ഇപ്പോൾ ഉന്നയിക്കുന്ന വിഷയം 6 മന്ത്രിമാർ, നമ്മൾ മറ്റേ CID മൂസ സിനിമയിൽ പറഞ്ഞ പോലെ 6 കാറും നടുക്കൊരു ബോറ് കാറും എന്ന് പറയുന്ന പോലെ 6 മന്ത്രിമാരും നടുക്ക് മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയും പങ്കെടുക്കുന്ന പരിപാടിയിൽ
എന്തുകൊണ്ടാണ് പ്രതിപക്ഷം അവരെ മാറ്റി നിർത്തുന്നത് എന്നാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അല്ല വസന്ത് സുരേഖ്, താങ്കൾ മന്ത്രി വി എൻ വാസവൻ തുടക്കത്തിൽ പറഞ്ഞത് കേട്ടിട്ടുണ്ടാവില്ല. ഇതൊരു ട്രയൽ റണ്ണാണ്. ഔദ്യോഗിക കമ്മീഷൻ വരുമ്പോൾ എല്ലാവർക്കും അവിടെ ഇരിപ്പിടമുണ്ട്. അത്തരം വിഷയങ്ങളിലേക്ക് നമ്മൾ കൊണ്ടുപോകേണ്ടതില്ല ശ്രീ വസന്ത് സുരേഖ്. ഏതായാലും വളരെ ഈ സമയപരിമിതി മൂലം ഇടപെടുകയാണ് വസന്ത് സുരേഖ്. ശ്രീ എം വിജയകുമാർ, ഈ പറഞ്ഞപ്പോൾ പോലും മന്ത്രി അതിന് മറുപടി പറഞ്ഞതാണ്. എങ്കിൽ പോലും ഇത്തരത്തിലുള്ള ബാലിശമായ വാദങ്ങൾക്ക് താങ്കൾക്ക് ഒരു മറുപടി പറഞ്ഞുകൊണ്ട് ഈ ചർച്ച നമുക്ക് അവസാനിപ്പിക്കാം. അല്ല, ഈ ഫംഗ്ഷനെ സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ട് തന്നെ തുറമുഖ മന്ത്രി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഫംഗ്ഷൻ്റെ കാര്യത്തിൽ ഇതൊരു ട്രയൽ റണ്ണാണ്. പ്രധാനപ്പെട്ട ഉദ്ഘാടനമാണ് ഇനി വരാൻ പോകുന്നത്. ട്രയൽ റൺ എന്ന നിലയിൽ ജനപ്രതിനിധികളെല്ലാം, അവിടുത്തെ MLA, അവിടുത്തെ MP, എല്ലാവരെയും, എല്ലാ ജനപ്രതിനിധികളെയും വെച്ചുകൊണ്ടുള്ള, മുഖ്യമന്ത്രിയും എല്ലാം ചേർന്നിട്ടുള്ള ട്രയൽ റൺ ഉദ്ഘാടനമാണ് നടക്കുന്നത്. അതിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ ഈ ഒരു നിഷേധാത്മകമായ നയം എന്ന നിലയിലേ പറയാൻ പറ്റൂ. ഈ ഒരു കാര്യത്തിൽ എല്ലാം കൂടെ യോജിച്ച ഏറ്റവും സംസ്ഥാനത്തിൻ്റെയും രാജ്യത്തിൻ്റെയും ഏറ്റവും അഭിമാനകരമായിട്ടുള്ള പദ്ധതി ആഘോഷപൂർവ്വം നമുക്ക് നടത്തേണ്ടതിന് പകരം മാറി നിൽക്കുന്നത് നിഷേധാത്മകമായ നയമാണ്. ഇതിൻ്റെ പിതൃത്വം എന്ന് പറഞ്ഞുകൊണ്ട് പറയാൻ തുടങ്ങിയിട്ട് വളരെ കാലമായി. ഇപ്പോഴല്ല, ഇതിനു മുമ്പ് ഇതിനേക്കാൾ വലിയ ചർച്ച ഇവിടെ നടന്നിട്ടുണ്ട്. ഈ പിതൃത്വം എന്ന് പറയുന്നത് ഈ ഡെലിവറി ടൈം മാത്രം നോക്കിയിട്ടല്ല പിതൃത്വം തീരുമാനിക്കുക. അതൊരു ബയോളജിക്കലായിട്ടുള്ള റിലേഷനുണ്ട്. അതാണ് പിതൃത്വം. അതിൽ LDFൻ്റെ പങ്ക് എന്തൊക്കെ പറഞ്ഞാലും ആർക്കും നിഷേധിക്കാൻ പറ്റുന്ന കാര്യമല്ല. അത് ആദ്യവസാനം തുടക്കം 10-30 വർഷം മുതൽ ഇടപെടുകയാണ്. ബയോളജിക്കൽ റിലേഷൻ മാത്രം കൊണ്ട് കാര്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യം കൂടി ഇവിടെ വരുന്നുണ്ട്. കാരണം ഇവർ പറയുന്നത് ബയോളജിക്കൽ റിലേഷൻ്റെ കാര്യമാണല്ലോ. അതല്ലാതെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കുഞ്ഞിനെ വളർത്തിയെടുക്കുക എന്ന് പറയുന്ന വലിയ ഉത്തരവാദിത്വം കൂടി പിതാക്കന്മാർക്കുണ്ട് എന്നുള്ള, അപ്പോഴാണ് പിതാവായി മാറുകയും ചെയ്യുക. അല്ലാതെ അച്ഛനെയും ഈ മനുഷ്യരാരും അംഗീകരിക്കില്ല. ഏതായാലും ഈ സമയപരിമിതി മൂലം ഈ ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്. ചർച്ച അവസാനിക്കുമ്പോൾ ഈ വിഴിഞ്ഞം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ജനങ്ങളുടെ ആശയും ആവേശവുമാണ്, സ്വപ്നമാണ് നടപ്പിലാക്കുന്നത്. അതിന് ഒരുമിച്ച് നിന്ന് ആ പദ്ധതിയുടെ ഭാവി പ്രവർത്തനങ്ങൾ രൂപപ്പെടുത്താം. അതിനായിരിക്കണം നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത്. സങ്കുചിതമായ രാഷ്ട്രീയ നിലപാടുകൾ മാറ്റിവെക്കുക, ചില വിട്ടുനിൽക്കലുകൾ മാറ്റിവെക്കുക. അതാണ് കേരളം ഇവിടുത്തെ പ്രതിപക്ഷത്തോട് ആവശ്യപ്പെടുകയും ചെയ്തത്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇനി ന്യൂസ് ആൻഡ് വിസ് ഇവിടെ പൂർണ്ണമാവുകയാണ്.